അദ്ദേഹത്തിന് അറിയാമോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അദ്ദേഹത്തെ ആദ്യം കാണുന്നത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ്. അത് 1992. ഞാനും എൻ്റെ അപ്പനും കൂടെ കന്യാകുമാരിക്കടുത്തൊരു യോഗത്തിന് പ്രസംഗിക്കാൻ വരുമ്പോഴാണ് സുരേഷ് ബാബു പാസ്റ്റർ തമ്പാനൂരിൽ നിന്നൊരു ബസ് കയറി ഏതോ സ്ഥലത്ത് പ്രസംഗിക്കാനായിട്ട് പോവുകയാണ്. അന്ന് അവിടെ വെച്ചാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിന് കൈ കൊടുത്തത്. അതിനൊരു കാരണമുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഒക്കെ ആ കാലത്ത് ദൈവം അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സമയമായിരുന്നു. ഞങ്ങളുടെ റാന്നിയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ മീറ്റിംഗ് ദൈവദാസനെ കൊണ്ടാണ് ദൈവം ചെയ്യിപ്പിച്ചത്. ബ്ലസ് റാന്നി 97 ക്രൂസൈഡ്. അന്ന് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുക. ആ മീറ്റിംഗ് ഇപ്പോഴും മറക്കാൻ പറ്റാത്തതാണ്. ദൈവം ശക്തമായ പ്രവൃത്തി ചെയ്ത ഒരു സമയമായിരുന്നു. ദൈവം ഇന്ന് വ്യത്യസ്തമായ തലങ്ങളിൽ ഉപയോഗിക്കുന്നല്ലോ. പ്രത്യേകിച്ച് ഈ ചർച്ച് നിർണായകമായൊരു സമയത്ത് എത്തപ്പെടുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പകൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഇച്ചിരി സമയം ഇരിക്കാൻ വേണ്ടി കൂടാ വന്നത്. ദൈവം ഈ പകൽ നമ്മളോട് സംസാരിക്കും. കരയാനുള്ള സമയമല്ലിത്, കൽപ്പിക്കാനുള്ള സമയമാണ്. കരയാനുള്ള സമയമൊക്കെ കഴിഞ്ഞു. ഇന്ന് ദൈവം നമ്മെ കൊണ്ടിരുത്തിയിരിക്കുന്നത് ചിലത് കൽപ്പിക്കാനായിട്ടാണ്. ഈ പകലത്തെ യോഗത്തിൻ്റെ നടുവിൽ അങ്ങനൊരു ദൈവപ്രവൃത്തി സ്വീകരിച്ച് നിങ്ങൾ എഴുന്നേക്കാവും. എവിടെ തുടങ്ങണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത്രയ്ക്ക് ശക്തമേറിയ ദൈവസാന്നിധ്യം ഇവിടെ നിൽപ്പുണ്ട്. അതുകൊണ്ട് ഒരു നിമിഷം പോലും പാഴാക്കരുത്. ഒരു നിമിഷം പോലും വേറൊന്നിലേക്ക് ശ്രദ്ധ പോകരുത്. ഇന്ന് ദൈവം നമ്മളോട് സംസാരിക്കും. ഇന്ന് പകൽ മാത്രം നിങ്ങൾ വന്ന് നിർത്തരുത്. ഇന്ന് വൈകിട്ട് നിങ്ങൾ വരണം. ഇന്ന് പകൽ നടക്കുന്നതിനപ്പുറത്ത് ചില കാര്യങ്ങൾ വൈകിട്ട് ദൈവത്തിന് ചെയ്യാനുണ്ട്. അതുകൊണ്ട് വൈകിട്ടത്തെ യോഗത്തിന് മനഃപൂർവ്വമായിട്ട് നിങ്ങളെല്ലാവരും വരണം. ദൈവം സഹായിക്കട്ടെ. ഞാനിവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെട്ട ഒരു വാക്യം ഞാൻ വായിക്കാം. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. ഉണ്ടായിരുന്നത് ഉണ്ടാകുവാനുള്ളതും ചെയ്ത് കഴിഞ്ഞത് ചെയ്യുവാനുള്ളതും ആകുന്നു. സൂര്യന് കീഴിൽ പുതുതായി യാതൊന്നും ഇല്ല. ദർ ഈസ് നത്തിങ് ന്യൂ അണ്ടർ ദ സൺ. സൂര്യൻ്റെ കീഴിൽ പുതിയതായിട്ട് യാതൊന്നും ഇല്ല. ജീവിതം അതൊരു യാത്രയാണ്. ചിന്തകൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അദൃശ്യ മണ്ഡലത്തിൽ നിന്ന് അസ്തിത്വത്തിൻ്റെ ലോകത്തിൽ വന്ന് അറിവിൻ്റെ അനുഭൂതികൾ നുകർന്ന് അസ്തിത്വത്തിലേക്ക് തിരോഭവിക്കുന്ന യാത്ര. ജീവിതയാത്രയിൽ നമ്മൾ വിവിധ കാലഘട്ടങ്ങളെ തരണം ചെയ്യേണ്ടവരാണ് അല്ലേ? വിവിധ കാലഘട്ടങ്ങൾ. ഒരു വലിയ പുരുഷായുസ്സ് മുഴുവൻ ജീവിതത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ച സഭാപ്രസംഗി അല്ലെങ്കിൽ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ഏകദേശം 28ഓളം സീസൺസിനെ കുറിച്ച് പറയുന്നുണ്ട്. 18 ഘട്ടങ്ങളായി 18 പേരായി നിൽക്കുന്ന 28ഓളം സീസണുകൾ. ഈ 28 സീസണുകൾ അത് ജനിക്കാനുള്ള കാലം, മരിക്കാനുള്ള കാലം, നടുവാനുള്ള കാലം, പറിക്കാനുള്ള കാലം, കൊല്ലുവാനുള്ള കാലം, ജീവിക്കാനുള്ള കാലം അല്ലേ? ഇടിച്ച് കളയാനുള്ള കാലം, പണിയുവാനുള്ള കാലം, കരയാനുള്ള കാലം, ചിരിക്കാനുള്ള കാലം, വിലപിക്കാനുള്ള കാലം, നൃത്തം ചെയ്യാനുള്ള കാലം, ചിതറുവാനുള്ള കാലം, കൂടുവാനുള്ള കാലം, അന്വേഷിക്കുവാനുള്ള കാലം, വിട്ടുകളയുവാനുള്ള കാലം, സൂക്ഷിക്കുവാനുള്ള കാലം, എറിഞ്ഞു കളയുവാനുള്ള കാലം, കീറുവാനുള്ള കാലം, തയ്ക്കുവാനുള്ള കാലം, മിണ്ടാതിരിക്കുവാനുള്ള കാലം, മിണ്ടാനുള്ള കാലം. ഞാനിത് കണ്ടെത്തി പറഞ്ഞല്ല, ആ 3-ാം അധ്യായത്തിൽ കിടക്കുന്ന കാര്യമാണ് ഞാനീ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ എന്താ, സ്നേഹിക്കാനുള്ള കാലം, വെറുക്കപ്പെടാനുള്ള കാലം, യുദ്ധത്തിൻ്റെ കാലം, സമാധാനത്തിൻ്റെ കാലം, അങ്ങനെ ബന്ധങ്ങളുടെ കാലം, ബന്ധനത്തിൻ്റെ കാലം അല്ലേ? ഇങ്ങനെ 28ഓളം കാലങ്ങളെക്കുറിച്ച് അദ്ദേഹം സൂക്ഷ്മമായി പഠിച്ച മനുഷ്യനാണ്. അങ്ങനെ 28 കാലങ്ങളെക്കുറിച്ച് പഠിച്ചേച്ച് അദ്ദേഹത്തിൻ്റെ ഒരു അറിവ് അദ്ദേഹം പറയുകയാണ്. എന്താ പറയുന്ന അറിവ്? അത് അദ്ദേഹത്തിൻ്റെ ഒരു ഭയങ്കര അറിവായിരുന്നു. അദ്ദേഹം പറയുക, ഉണ്ടായിരുന്നത് ഉണ്ടാകുവാനുള്ളതും ചെയ്ത് കഴിഞ്ഞത്
ചെയ്യുവാനുള്ളതും ആകുന്നു. സൂര്യന് കീഴിൽ പുതുതായിട്ട് യാതൊന്നും ഇല്ല. അപ്പം കാലത്തെ സൂക്ഷ്മദർശിനിയിലൂടെ അദ്ദേഹം നോക്കി. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എന്താ, ദൂരദർശിനി അല്ലേ? കാലത്തെ ദൂരദർശിനിയുടെ കണ്ണാടിയിലൂടെ നോക്കിയിട്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. വ്യക്തതയില്ലാത്ത കാലഘട്ടത്തെ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇച്ചിരി വെളിച്ചം കത്തിക്കണം. ആദ്യം അദ്ദേഹം കത്തിച്ച വെളിച്ചം മെഴുകുതിരി വെളിച്ച. ഇച്ചിരി കഴിഞ്ഞപ്പോൾ വീണ്ടും കത്തിച്ചു വിളക്കിൻ്റെ വേട്ടം. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഹാലജൻ കത്തിച്ച് നോക്കണം. ഇതെല്ലാം കത്തിച്ചിട്ട് ഒന്നും കാണുന്നില്ല. ഒടുവിൽ അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ? ഒന്ന് ഇച്ചിരി കൂടെ സൂക്ഷിച്ചു നോക്കി. ഇത് അൾട്ടിമേറ്റ് ഫോം ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ ഏറ്റവും പൂർണ്ണത ഏതാ? സൂര്യവെളിച്ചം. സൂര്യവെളിച്ചത്തിൽ നോക്കി. സൂര്യവെളിച്ചത്തിൽ നോക്കിയിട്ട് അദ്ദേഹം ഒരു കാര്യം പറയുക. സൂര്യവെളിച്ചത്തിൽ നോക്കിയിട്ട് പറയുന്ന കാര്യമായി ഇപ്പോൾ വായിച്ചത്. ഉണ്ടായിരുന്നത് ഉണ്ടാകുവാനുള്ളതും ചെയ്തു കഴിഞ്ഞത് ചെയ്യുവാനുള്ളതുമാകുന്നു. മനസ്സിലായോ? ഇല്ല, എനിക്കറിയാം മനസ്സിലായില്ലെന്ന്. സൂര്യവട്ടത്തിൽ നോക്കിയിട്ട് അദ്ദേഹം ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു. എന്താണെന്നറിയോ? ജീവിതത്തിൽ പുതുതായിട്ടൊന്നും ജനിക്കത്തില്ല. ഉണ്ടായിരുന്ന കുറേ സൈക്കിളുകൾ ഇങ്ങനെ ആവർത്തിക്കപ്പെടുകയല്ലാതെ എൻ്റെ ജീവിതത്തിൽ പുതുതായിട്ടൊന്നും എന്ത് ചെയ്യത്തില്ല. ഉറക്കപ്പറ, ജനിക്കപ്പെടത്തില്ല. ഇത് ശലോമോൻ്റെ മാത്രം അഭിപ്രായമല്ല, ഇത് പലരുടെ അഭിപ്രായമാണ്. എത്ര ഉപവസിച്ചാലും എത്ര പ്രാർത്ഥിച്ചാലും എത്ര ആരാധിച്ചാലും കഴിഞ്ഞതൊക്കെ പിന്നെയും ആവർത്തിക്കുകയല്ലാതെ ജീവിതത്തിൽ പുതുതായിട്ടൊന്നും എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല. ഈ ധാരണയല്ല ഉപവാസത്തിൻ്റെ 19ാമത്തെ പകൽ നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. പക്ഷെ നിങ്ങളോട് ഞാനൊരു ദൂത് പറയാം. ഇന്നത്തെ പകൽ എന്താ നടക്കാൻ പോകുന്നതെന്നറിയാവോ? യെശയ്യാവ് 43:18 നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറാൻ പോവുക. യെശയ്യാവ് 43:18 19 നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറാൻ പോവുക. എന്താ യെശയ്യാവ് 43:18-19 വായിച്ചു നോക്കിക്കേ. യെശയ്യാവ് 43:18-19 വാക്യം അവിടെ പറയുകയാ. അതെ, പണ്ടുള്ളതിനെ ഓർക്കണ്ട, മുമ്പുള്ളതിനെ നിരൂപിക്കണ്ട. ഒന്ന് പറഞ്ഞോ, ചേർന്ന് പറയാൻ പറ്റുന്നവർ പറഞ്ഞോ. പുതിയതൊന്ന് ചെയ്യും. അതെപ്പോൾ ആരംഭിക്കും? ഉറക്കെ പറ. ഇന്നല്ല, ഇപ്പോൾ ആരംഭിക്കും. എനിക്കിന്ന് പകൽ നിങ്ങളോട് പറയാനുള്ള ദൂത് ഇത്രയേ ഉള്ളൂ. സീസണുകൾ കണ്ടിന്യൂ ചെയ്യത്തില്ല, സർക്കിളുകൾ കണ്ടിന്യൂ ചെയ്യത്തില്ല, സൈക്കിളുകൾ കണ്ടിന്യൂ ചെയ്യത്തില്ല. ഇന്നത്തെ പകൽ ചില സൈക്കിളുകളെ സ്വർഗം ക്യാൻസൽ ചെയ്യാൻ പോവുക. ഉറപ്പുള്ളവരൊക്കെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കോ. Same struggle, same financial crisis, same family issues, same emotional pain, same mental pain, same സർക്കിളുകളെ പരിശുദ്ധാത്മാവ് ഹിറ്റ് ചെയ്യും. ഒരു സർക്കിൾസ് റിട്ടേൺ ചെയ്യത്തില്ല, ഒരു സൈക്കിൾസ് റിട്ടേൺ ചെയ്യത്തില്ല. ഇന്നത്തെ പകൽ ടെമ്പററി റിലീഫ് അല്ല ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുന്ന ചില സർക്കിളുകളെ ആ ചതി വീണ്ടും ആവർത്തിക്കപ്പെടുന്നു, ആ വേദന വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. ഹാഗാറിന്റെ ജീവിതത്തിലെ റിജക്ഷൻ വീണ്ടും ആവർത്തിക്കപ്പെട്ടതുപോലെ, സാറയുടെ ജീവിതത്തിലെ പെയിൻ വീണ്ടും ആവർത്തിക്കപ്പെട്ടതുപോലെ, ഗിദെയോന്റെ കാലഘട്ടത്തിലെ മിദ്യാന്യരുടെ പദ്ധതി വീണ്ടും ആവർത്തിക്കപ്പെട്ടതുപോലെ, കൊയ്ത്ത് കാലത്തൊക്കെ കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ വീണ്ടും ആവർത്തിക്കപ്പെട്ടതുപോലെ, ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുന്ന ചില സൈക്കിളുകളെ ഇന്നത്തെ പകൽ പരിശുദ്ധാത്മാവ് ഹിറ്റ് ചെയ്യാൻ പോവുക. അതിനെ പരിശുദ്ധാത്മാവ് ബ്രേക്ക് ചെയ്യാൻ പോവുക. ദുരാരകരവ ഷൈഡൽ കടകനാദര. ഉറപ്പുള്ള ദൈവമക്കൾ ധൈര്യത്തോടെ പറ. ഉണ്ടാകുവാനുള്ളതും ചെയ്ത് കഴിഞ്ഞത് ചെയ്യുവാനുള്ളതുമാകുന്നു. സൂര്യന്റെ കീഴിൽ പുതുതായിട്ട് യാതൊന്നുമില്ല. ഇന്നലെ 1ാം ക്ലാസ്സിൽ പഠിച്ചതാ, 2ാം ക്ലാസ്സിൽ പഠിച്ചതാ, 3ാം ക്ലാസ്സിലും കയറിയതാ, 9ാം ക്ലാസ്സിൽ നിന്ന് 10ലോട്ടാ കയറേണ്ടത്. പക്ഷെ 10ൽ നിന്ന് വീണ്ടും നീ 1ലേക്ക് തന്നെ ചെന്നിരിക്കുക. ഇന്ന് പകൽ ഞാൻ ഇച്ചിരി കൂടെ ലളിതായിട്ട് പറഞ്ഞാൽ, ഏണിയും പാമ്പും കളിച്ചിട്ടുണ്ടോ? ഏണിയും പാമ്പും. അതുപോലെ ഇന്ന് പകൽ കേറി വരും. പാമ്പിന്റെ വായിലോട്ട് കയറുമ്പോൾ വിഴുങ്ങിയേച്ച് താഴോട്ട് വരുന്നത് പോലെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുന്ന ചില സർക്കിളുകളെ ഇന്നത്തെ പകലത്തെ ആരാധനയുടെ അകത്ത്
യെസ്, വചനം പഠിക്കുമ്പോൾ പലതര സർക്കിൾസ് ഉണ്ട്, പലതര സൈക്കിൾസ് ഉണ്ട്, ജനറേഷണൽ സൈക്കിൾസ് ഉണ്ട്, തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് നീണ്ടു നിൽക്കുന്ന സൈക്കിൾസ് ഉണ്ട്, ഇമോഷണൽ സൈക്കിൾസ് ഉണ്ട്, മാനസിക തലത്തിന് നേരെ ആക്രമിക്കപ്പെടുന്ന സൈക്കിളുകളുണ്ട്, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ സൈക്കിൾസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരപ്പൻ്റെ കാലത്ത് അപ്പൻ കടഭാരത്തിലൂടെ ജീവിച്ചു, മകൻ്റെ കാലത്ത് മകനും കടഭാരത്തിലൂടെ ജീവിക്കുന്നു, കൊച്ചുമോൻ്റെ കാലത്ത് കൊച്ചുമോനും കടഭാരത്തിലൂടെ ജീവിക്കുന്നു. ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്ന ഫിനാൻഷ്യൽ സൈക്കിൾസ് ഉണ്ട്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്ന ബോണ്ടേജുകളുണ്ട്. എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ കാലത്ത് ആ കുടുംബം മുഴുവൻ പിണക്കത്തിനകത്തും പകയ്ക്കകത്തും, അതെ മോൻ്റെ കാലത്തും കുടുംബം മുഴുവൻ പിണക്കത്തിനകത്തും പകയ്ക്കകത്തും, കൊച്ചുമോൻ്റെ കാലത്തും കുടുംബം മുഴുവൻ പിണക്കത്തിനകത്തും പകയ്ക്കകത്തും. ഇന്നത്തെ പകൽ ഞാൻ നിന്നോട് ഉറപ്പിച്ചു പറയാം, ആവർത്തിക്കപ്പെടുന്ന ചില സൈക്കിളുകളെ ബൈബിളിൻ്റെ ചരിത്രം പഠിക്കുമ്പം ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ട ഒരു സൈക്കിൾ 38 വർഷം. നിങ്ങൾക്കറിയാതെ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 58-ാമത്തെ വാക്യം. സ്തോത്രം. അവന് ഒരു സൈക്കിളിനകത്ത് ഇങ്ങനെ ട്രാപ്ഡായി കിടക്കുക. ലാസ്റ്റ് 38 years, 38 കൊല്ലമായിട്ട് അവൻ ട്രാപ്ഡാ. ഇന്ന് പകൽ എത്ര കൊല്ലം പഴക്കമുള്ള സൈക്കിളാണേലും പരിശുദ്ധാത്മാവിനെ തൊടുമെന്നും എന്നെ ദൈവാത്മാവ് ഹിറ്റ് ചെയ്യുമെന്നും എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയ്ക്ക് ഇന്ന് പകൽ മാറ്റമുണ്ടാകുമെന്ന് ഉറപ്പുള്ള ശക്തമായി ദൈവാത്മാവനോട് പറയുക. 1-2 ദിവസത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, 1-2 വർഷത്തെ കാര്യമല്ല പറയുന്നത്. മേ ബി ഒരു 5 years, 5 വർഷത്തിനപ്പുറം നിന്റെ കുടുംബം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സെയിം സ്ട്രാറ്റജി, സെയിം സ്ട്രഗിൾ. ഞാനിന്ന് പകൽ ഉറപ്പിച്ചു പറയുക, ബുദ്ധിയിൽ കേമനായിരുന്ന ശലോമോന്റെ കണക്കൂട്ടൽ തെറ്റുന്ന പകലായത്. ബുദ്ധി നടക്കത്തില്ല, ആത്മാവ് പരിവർത്തിക്കും. ബുദ്ധിയുടെ കാഴ്ചപ്പാട് സംഭവിക്കത്തില്ല. പ്രവചനം നിവർത്തിയാകുമെന്ന് ഉറപ്പുള്ളവരൊക്കെ യെസ്, 28 കാലത്തെ കുറിച്ച് പഠിച്ചിട്ട് ബുദ്ധിയുടെ രാക്ഷസനായിരുന്ന മനുഷ്യൻ അയാളുടെ എത്തിയ നിഗമനമാത് സൂര്യവട്ടത്തിൽ നോക്കിയാലും ഒരു കാര്യമേ നടക്കത്തുള്ളൂ. പറ, എന്താ നടക്കുന്നത്? ഉണ്ടായിരുന്നത്, ഉണ്ടാകുവാനുള്ളതും ചെയ്ത് കഴിഞ്ഞത് ചെയ്യുവാനുള്ളതുമാകുന്നു. സൂര്യവട്ടത്തിൽ നോക്കിയിട്ടും ഒറ്റ കാര്യം മാത്രം ജീവിതത്തിൽ നടക്കുന്നു. നത്തിങ് ന്യൂ, ഒന്നും പുതുതില്ല. എല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ആവർത്തിക്കപ്പെടുക. എത്ര ഉപവസിച്ചാലും, എത്ര പ്രാർത്ഥിച്ചാലും, എത്ര ആരാധിച്ചാലും, എത്ര വചനം കേട്ടാലും, എത്ര ദൈവദാസന്മാർ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ജീവിതത്തിൽ പുതുതൊന്നും എന്ത് ചെയ്യത്തില്ല. പക്ഷേ ഞാൻ പറയുന്നു, ജ്ഞാനം പ്രബലപ്പെടുന്ന ദിവസമല്ലിത്, പ്രവചനം നിറവേറുന്ന ദിവസമായത്. ഉറപ്പുള്ളവരൊക്കെ ആ കര ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ സ്തുതിച്ചോ. ശക്തമായിട്ട് പറ പ്രിയപ്പെട്ടവരെ, ജ്ഞാനം മാറും, പ്രവചനം നിറവേറും. വാ തുറന്നു പറ, ജ്ഞാനം മാറും, പ്രവചനം നിറവേറും. അപ്പുറത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തു പറ, ജ്ഞാനം മാറും, പ്രവചനം നിറവേറും, പ്രവചനം നിറവേറും. ശലോമോന്റെ ധാരണ തിരുത്തപ്പെടാൻ പോവുക. സഭാപ്രസംഗിയുടെ കാഴ്ചപ്പാട് തിരുത്തപ്പെടാൻ പോവുക. മോട്ടിവേഷൻ സ്പീക്കറിന്റെ, കൗൺസിലിംഗുകാരന്റെ, ജഡ്ജിയുടെ ധാരണ തിരുത്തപ്പെടും.
യെശയ്യാവ് 43:18 ഇന്നത്തെ പകൽ ഇവിടെ നിറവേറും. പണ്ടുള്ളതിനെ ഓർക്കണ്ട, മുമ്പുള്ളതിനെ നിരൂപിക്കണ്ട. ദൂരവരവ സൂര്യവെട്ടത്തിൽ വേണ്ടെന്ന്, ഇരുട്ടത്ത് പോലും നീ നന്മ കാണാൻ പോവുക. സ്തോത്രം. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മുഴുവൻ തടസ്സങ്ങളുടെ കാലഘട്ടമായിരുന്നു. ആസ് യൂഷ്വൽ എല്ലാം സെയിം റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു. കഴിഞ്ഞ വർഷം നടന്നത് തന്നെ ഈ വർഷം നടക്കുന്നു. കഴിഞ്ഞതിൻ്റെ മുമ്പലത്തെ വർഷം നടന്നത് തന്നെ അടുത്ത വർഷം ആവർത്തിക്കപ്പെടുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് എന്നെ കയറി ഹിറ്റ് ചെയ്തൊരു സമയമുണ്ട്. അല്ലെങ്കിലും കാലഘട്ടത്തെ തിരുത്തുന്നത് ആത്മാവ് തൊടുമ്പോഴാണ്. ആത്മാവ് തൊടുമ്പോഴേ അപ്പോസ്തല പ്രവൃത്തികൾ ആരംഭിക്കപ്പെടത്തുള്ളൂ. ഇന്നത്തെ പകൽ ആത്മാവ് നിങ്ങളെ തൊടാൻ പോവുക. 38 വർഷമായിട്ട് ആവർത്തിക്കപ്പെടുന്ന ആ സർക്കിൾ, 38 വർഷമായിട്ട് ആവർത്തിക്കപ്പെടുന്ന ആ സൈക്കിൾ. എന്നോട് ഇത്രമേ ദൈവം പറയുന്നുള്ളൂ, ഏണിയും പാമ്പും കളിച്ച സമയം കഴിഞ്ഞു. ഏണിയും പാമ്പും കളിക്കാനല്ല ദൈവം നിന്നെ ഇന്ന് പകൽ കർത്താവിലേക്ക് കൊണ്ടുവന്നത്. ചില പേപ്പറുകളെ ഇന്ന് പകൽ സ്വർഗം കീറും. നിന്റെ ജീവിതത്തിന് നേരെ എഴുതി വെച്ച ചില ചീട്ടുകളെ ഇന്നത്തെ പകൽ കീറിക്കളഞ്ഞേച്ച് ധീരെ കഥന രകൽ കടകച്ചി അപ്തരെ രബ 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 രബ. ഹല്ലേലൂയ. 38 കൊല്ലമായിട്ട് ഒരേ സൈക്കിൾ, പുതിയതൊന്നും നടക്കുന്നില്ല. പിന്നെ നീ എങ്ങനെയാ തൃപ്തിപ്പെടുന്നത്? അവൻ പറയും, എക്സ്ക്യൂസസിലാണ് ഞാൻ തൃപ്തിപ്പെടുന്നത്. അവരുടെ ജീവിതത്തിൽ നടന്നിട്ടില്ല, ഇവരുടെ ജീവിതത്തിൽ നടന്നിട്ടില്ല. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ. എൻ്റെ 3 മക്കൾ, മൂത്തവൻ ഇപ്പം 9ലാണ്. അവന് LKG പഠിക്കുന്ന സമയം എൻ്റെ ഓർമ്മയിലുണ്ട്. അന്ന് അവന് ഓട്ടോയിലാണ് പോയിട്ട് വരുന്നത്. ആദ്യത്തെ പരീക്ഷയുടെ പേപ്പറും കൊണ്ട് വന്നത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അവൻ ഉറക്കെ പറയുക, ഓട്ടോയെങ്കിലും അപ്പായി എല്ലാം കേട്ടു. അപ്പോൾ പരീക്ഷയുടെ റിസൾട്ട് വന്നു, എല്ലാവരും തോറ്റു, ഞാനും തോറ്റു. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സന്തോഷം ഇത് തന്നെയാണ്. അവർക്കും കിട്ടിയില്ലല്ലോ, ഇവർക്കും കിട്ടിയില്ലല്ലോ. എടാ ദൈവത്തിന് സ്തോത്രം. പിന്നെ എനിക്കും എടാ ഇന്ന് പകൽ നീ വെല്ലോനെ നോക്കി എക്സ്ക്യൂസ് പറയുന്നത് നിർത്ത്. അങ്ങനെ ജീവിക്കാൻ ഇന്ന് പകൽ ഒരു ദൂതനും ഇവിടെ ഇറങ്ങത്തില്ല. ഇന്ന് പകൽ ഒരു വെള്ളവും നിനക്ക് വേണ്ടി ഇവിടെ കലങ്ങത്തില്ല. പക്ഷെ ഇന്ന് പകൽ നിനക്ക് വേണ്ടി ഒരുത്തൻ കൽപ്പിക്കും. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം, നടന്നതൊന്നും അല്ല നടക്കാൻ പോകുന്നത്. ഒരു ദൂതനും ഇറങ്ങത്തില്ല, ഒരു തുള്ളി വെള്ളം പോലും കലങ്ങത്തില്ല. പക്ഷെ ഇന്ന് പകൽ നീ ഒരു ശബ്ദം കേൾക്കും. നിന്റെ കാതിൽ ഒരു ശബ്ദം കേൾക്കും. 38 കൊല്ലമായി കേൾക്കാത്ത ഒരു ശബ്ദം. എഴുന്നേക്ക്, എടുക്ക്, റൈസ്, ടേക്ക്, വാക്ക്. ഓ ശബര ഹത്തന രബര. എഴുന്നേക്ക്, എടുക്ക്, നടക്ക്. ആരോടാ ശരിക്കും എഴുന്നേക്കാൻ പറഞ്ഞേ? അതാ എന്നോട് ഇനി ആരും എഴുന്നേക്കാൻ പറയണ്ട. കാര്യം ഞാൻ നിൽക്കുക. പക്ഷെ നിങ്ങളോട് പറഞ്ഞ എന്തുണ്ട്? അർത്ഥമുണ്ട്. എന്നാ കാരണം? നിങ്ങൾ ഇരുന്നു പോയവരാ. ഈ ഇരുന്നു പോയവർക്കെല്ലാം എന്താവശ്യമാ പറ? പല കാരണങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ഇരുന്നു പോകാം. സാമ്പത്തികം നിന്നെ ഇരുത്തിക്കളയും, രോഗം നിന്നെ ഇരുത്തിക്കളയും, ഫാമിലി ഇഷ്യൂ നിന്നെ ഇരുത്തിക്കളയും. ഓ ഇന്ന് പകൽ ഏത് വിഷയത്തിനകത്ത് നീ ഇരുന്നു പോയവനാണേലും ആ സൈക്കിളിനെ, ചെറുപ്പക്കാരെ നിങ്ങളൊക്കെ അങ്ങ് വിശ്വസിക്കാം. എൻ്റെ ദൈവദാസന്മാരെ, ഞാൻ ഇന്ന് പകൽ പറയുന്നത് സോ സിമ്പിളാ.
സുവിശേഷത്തിൻ്റെ കാതല ഞാൻ പറയുന്നത്. 10 തല 7 കൊമ്പ് ഒന്നുമല്ല. എനിക്കതൊന്നും പറയാൻ അറിയത്തുമില്ല. എനിക്ക് പറയാൻ അറിയാവുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ഇരുന്നു പോയ എല്ലാവനോടും ദൈവത്തിന് ഒരു കാര്യം പറയാനുണ്ട്. ഷാബാരാധാര, നീ എവിടെല്ലാം ഇരുന്നു കുഞ്ഞെ, നിന്നെ ഇന്ന് പകൽ സ്വർഗ്ഗം എഴുന്നേൽപ്പിക്കും. നീ എഴുന്നേക്കാതിരിക്കാൻ ആരെല്ലാം എന്തെല്ലാം പദ്ധതി ഒരുക്കിയാലും, ശ്വസിക്കുന്ന ദൈവമക്കളൊക്കെ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചോ. ചാടി പിടിക്കീ ദൂത്. ഈ 38 വർഷമായിട്ട് കിടക്കുന്നവൻ്റെ പ്രശ്നം എന്താ? വെയിറ്റിംഗ് ഫോർ വാട്ടർ ഇൻസ്റ്റെഡ് ഓഫ് വചനത്തിൻ്റെ സ്ഥാനത്ത് അവൻ വാട്ടറിനെയാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇന്ന് പകൽ ദൈവവചനത്തിന് തുല്യം ദൈവവചനം മാത്രമേ ഉള്ളൂ. അതിന് പകരം മറ്റൊന്നില്ല. വചനത്തിന് ചെയ്യാൻ പറ്റുന്ന വിടുതലിൻ്റെ അടുക്കൽ വേറൊന്നിനും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പറ, ചെയ്യാൻ പറ്റത്തില്ല. വചനം എന്തോ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒരു 17 കൂട്ടം കാര്യം ഞാൻ എൻ്റെ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ പറയാൻ പോയാൽ പകലത്തെയും വൈകിട്ടത്തെ യോഗം എല്ലാം കൂടെ ഒന്നിച്ച് നടത്തേണ്ടി വരും. അതെനിക്കിഷ്ടമില്ല. അതുകൊണ്ട് ഞാനിന്ന് പകൽ അങ്ങോട്ടൊന്നും പോകുന്നില്ല. പക്ഷേ വചനത്തിന് എന്തോ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒന്നാമത് ഉൽപ്പത്തി 1:3 ഞാൻ പറയും, ഉളവാകട്ടെന്നുള്ള ദൈവത്തിൻ്റെ വാക്ക് എന്ത് ചെയ്യും? ഉറക്കെ പറ, ഉളവാക്കും. എന്തിനെ ഉളവാക്കും? ഉളവാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്തോ ഉളവായത്? അതാ മഹാപ്രപഞ്ചം. വലിപ്പം അറിയാവോ? പ്രപഞ്ചത്തിൻ്റെ വലിപ്പം ആരെങ്കിലും കണക്ക് കൂട്ടിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ ശാസ്ത്ര അനുമാന കണക്ക് കൂട്ടിയിട്ടുണ്ട്. അതിലേറ്റവും അപ്ഡേറ്റ് കണക്ക് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. പ്രപഞ്ചം, മഹാപ്രപഞ്ചം 93,000 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ 93,000 ബില്യൺ പ്രകാശവർഷം വലിപ്പമുള്ളതാണെന്ത്? പ്രപഞ്ചം. അതിനകത്ത് സൂര്യൻ 8,64,000 മൈൽ പ്രകാശവർഷം വ്യാസത്തിൽ 5,500 ഡിഗ്രി സെൽഷ്യസിൽ തിളച്ചുമറിയുന്ന സൂര്യൻ. തൊട്ടപ്പുറത്ത് 3,474 മൈൽ പ്രകാശവർഷം വ്യാസമുള്ള ചന്ദ്രൻ. എണ്ണമറ്റ നക്ഷത്രങ്ങൾ, മിൽക്കി വേ ഗാലക്സികൾ, 1.6 ദശലക്ഷം ഫംഗസുകൾ, 10,000 ഇനം ഉറുമ്പുകൾ, 10,000 ഇനം പക്ഷികൾ, 3 ലക്ഷത്തിന് 4 ലക്ഷത്തിന് പൂച്ചെടികൾ, 4,000-നും 5,000-നും പ്രസവിക്കുന്ന ജീവികൾ. ഇവരുടെ കൂടെ ഒക്കെ നിൽക്കാൻ വേണ്ടി കാണാതെ പഠിച്ചു വെച്ചേക്കുന്നല്ല. ഞാനിയാ സുരേഷ് ബാബു പാസ്റ്ററുടെ ഒക്കെ നിൽക്കണ്ടായോ? അതിന് വേണ്ടി കാണാതെ പഠിച്ചു വെച്ചേക്കുന്ന, അല്ലാതെ എൻ്റെ ബുദ്ധിയുടെ കൂടുതൽ കൊണ്ടൊന്നുമല്ല. എടാ, ഇതിനെയല്ല ഉളവാകട്ടെന്ന് ഒരൊറ്റ വാക്കുകൊണ്ട് ഇങ്ങനൊരു ദൈവത്തെ സേവിക്കുന്നതിൽ അഭിമാനമുള്ള ദൈവമക്കൾ. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു വാക്കുണ്ട്, ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും. ഇങ്ങനൊരു ദൈവത്തെ ശുശ്രൂഷിക്കുന്നത് അഭിമാനമാണെന്ന് വിശ്വസിക്കുന്ന എത്ര ചെറുപ്പക്കാർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പം ചിലർ കർത്താവിൻ്റെ വേലക്കാരായി മാറണം. ചില കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ വേലയിലേക്ക് വരണം. ശബന രഗൽ ഘടകനവച്ചി. ഇന്ന് പകൽ എനിക്ക് ഇതിനകത്ത് ഒരുക്കാനുള്ള ഒരു നിയോഗം എനിക്കറിയാം. ചില വേലക്കാരെ ദൈവം ഒരുക്കാൻ പോവുക. അന്ത്യകാലത്ത് സകല ജഡത്തിനുമേലും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും ശബന രഗൽ ഘടകി. ഇന്ന് പകൽ പ്രവചിക്കുന്ന തലമുറ സഭ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാ പ്രവചിക്കുന്ന തലമുറ. ഹല്ലേലൂയ. ഈ യോഗത്തിനകത്ത് ദൈവം ചിലരെ അഭിഷേകം ചെയ്യും. ഇന്നത്തെ പകൽ അത് സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ശബന രഗ ഇരുന്നു പോയ ചിലരെ ദൈവം തൊടും. ദൈവം ചിലരെ അഭിഷേകം ചെയ്യും. ദുരാരഗ ചൈഡ ഇരുന്നതിനെ ദൈവം എഴുന്നേൽപ്പിക്കും. സ്റ്റക്കായി കിടക്കുന്നതിനെ ദൈവം തൊടും. എപ്പോഴാണെന്നൊന്നും എനിക്കറിയത്തില്ല. വചനം കയറി ഇടിക്കും ഇന്ന് പകൽ. നീ പോകുന്ന സൈക്കിളിനെ ഇന്ന് പകൽ വചനം ഇടിക്കും. ശലോമോന്റെ ബുദ്ധിയുടെ പ്രഖ്യാപനത്തെ ഇന്ന് പകൽ മാറ്റിയിട്ട് പ്രവചന നിവർത്തി വെളിപ്പെടുത്തുന്ന ഒരു പകലായത്. വചനം ഉളവാക്കുന്നതാ.
യോഹന്നാൻ 6:63 പറയുന്നത്, ഉളവായതിൻ്റെ മേലെല്ലാം ജീവൻ പകരുന്നത് ആ വചനം. മർക്കോസ് 4:39 പറയുന്നത്, ജീവനുള്ളതിൻ്റെ മുമ്പിലത്തെ പ്രതികൂലത്തെ അടക്കുന്നത് ആ വചനം. ഗലാത്യർ 3:2 പൗലോസ് ചലഞ്ച് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാ, ഇതൊന്നും മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നു, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളാലോ അതോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ? അപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടാൽ അവിടെ എന്തോ ഉണ്ടാകും? ഉറക്കെ പറ, ആത്മപകർച്ചയുണ്ടാകും. നീ വേറൊന്നും ചെയ്യണ്ട, നീ ഇവിടുന്ന് കേട്ടാൽ മാത്രം മതി, ആത്മാവിനെ പകരും. കൊണ്ടിരുത്തിയാൽ മാത്രം മതി. സത്യമായിട്ട് അങ്ങനെ എൻ്റെ അനുഭവം ഞാൻ പറയുന്നത്. ഞാൻ മുട്ടയിരുന്ന് കൈയടിച്ചുകൊണ്ടിരുന്നപ്പോഴല്ല ആത്മപകർച്ച എൻ്റെ മേലുണ്ടായത്. ഞങ്ങളുടെ ചർച്ചിൽ ഇതുപോലൊരു 21 ദിവസത്തെ യോഗം നടക്കുമ്പം അന്നത്തെ വൈകിട്ടത്തെ യോഗം എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. ഇതുണ്ട്, ഇത്രയുണ്ട്. ഞാൻ ഇച്ചിരി കൂടെ ഈ നിക്കറും ഒക്കെ ഇട്ട് അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് പായുടെ വള്ളിയും വലിച്ചു പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു തീ എന്നെ കയറി അടിച്ചത്. 5 മണിക്കൂറാണ് ഞാൻ അതിനകത്ത് കിടന്ന് ഉരുണ്ടത്. ഇന്ന് പകൽ കേട്ടോണ്ടിരുന്നാ മാത്രം മതി, ഒരു ഭയങ്കര ആത്മപകർച്ച ഇതിനകത്ത് നടക്കും. കേട്ടവരുടെ മേലെല്ലാം ആത്മാവിന്റെ വലിയ പകർച്ചയുണ്ടാകും. ആത്മാവിനെ പകരുന്നത് മാത്രമല്ല വചനം. ഗലാത്യർ 3:5 ഒന്ന് വായിച്ചു നോക്കിക്കേ. എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ, ഉറക്കെ പറ, വീര്യപ്രവർത്തികളെ ചെയ്യുന്നവൻ. നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ ചെയ്യുന്നവൻ. അങ്ങനെയാണ് ഇന്നത്തെ യോഗത്തിൻ്റെ നടുവിൽ ഞാനിവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് എൻ്റെ ലൈഫിൽ ഒരു വീര്യപ്രവർത്തി നടക്കുമെന്ന് ഉറപ്പുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. നിങ്ങളുടെ ഇടയിൽ ആത്മാവിനെ പകരുന്നത് എന്തിനാ? നിങ്ങളുടെ ഇടയിൽ. ഓ രബ രബ രബ, എന്നെ ശ്രദ്ധിക്കരുത്, വചനത്തെ ശ്രദ്ധിച്ചോണം. ഇന്ന് പകൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ ഞാൻ പ്രസംഗിക്കുന്ന വചനത്തിന് നിന്റെ മേൽ വീര്യപ്രവർത്തി ചെയ്യാൻ കരുത്തുള്ള വചനമാ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും വചനത്തെ ഉറപ്പിച്ചതുപോലെ ഇന്ന് പകൽ അസാധാരണമായ ചില വീര്യപ്രവർത്തികൾ, ഭയങ്കര ദൈവസാന്നിധ്യത്തിൽ ആത്മാവനോട് പറയുന്നു, ഇന്നത്തെ യോഗം കഴിഞ്ഞ് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ശക്തമേറിയ സൗഖ്യങ്ങൾ ഇവിടെ നടക്കാൻ പോവുക. ദൈവവചനത്താൽ ശക്തമേറിയ സൗഖ്യങ്ങൾ സ്വീകരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എടാ, വെള്ളത്തെ നീ വെയിറ്റ് ചെയ്ത 38 കൊല്ലം നിന്റെ വേസ്റ്റ് ആക്കിയില്ലേ? അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല. ഉറക്കെ പറ, ദൈവത്തിന്റെ വചനത്തിനായി. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, വെള്ളത്തിന് നിന്റെ സൈക്കിളിനെ പൊളിക്കാൻ പറ്റത്തില്ല. ഈ ചില മനുഷ്യരുടെ കയ്യിൽ കോടികൾ കൊണ്ട് കൊടുക്കാറുണ്ട്, പക്ഷെ അത് തീർത്തു കൊടുക്കുന്നത് അതിനെക്കാട്ടി വേഗത്തിലാണ്. കാരണം എന്തെല്ലാം ആര് കൊടുത്താലും അവരുടെ ജീവിതം എന്ത് ചെയ്യത്തില്ല, രക്ഷപ്പെടത്തില്ല. ഒരു സൈക്കിളിനകത്ത് എന്ത് ചെയ്യുക, കറങ്ങുക. സ്തോത്രം. പക്ഷെ ഈ 38 വർഷം ഇവൻ ഒറ്റ കാര്യം മാത്രമാണ് നോക്കിയത്, വെള്ളം അനങ്ങുന്നുണ്ടോ. ഇന്ന് പകൽ എവിടെയെങ്കിലും വെള്ളം അനങ്ങുന്നുണ്ടോ എന്ന് നോക്കുന്ന പരിപാടി നിർത്ത്. യെസ്, ഇവിടെ വന്ന് നീ വചനം കേക്ക്. തിരുവനന്തപുരത്ത് മറ്റേത് ടെൻറ്റിലാ വെള്ളം അനങ്ങുന്നെന്ന് നോക്കുന്ന പരിപാടി നിർത്ത്. അവിടെ പോയാ വിടുതൽ കിട്ടുമോ, ഇവിടെ പോയാ ആ പരിപാടിയൊക്കെ നിർത്തുന്നേ. ഇവിടെ വേറെ മാജിക്കൊന്നുമില്ല, ഇവിടെ ക്രിസ്തുവിനെ ഉയർത്തുന്ന വചനം മാത്രമാ. പിന്നത്തെ പ്രശ്നം എക്സ്ക്യൂസസാ. പിന്നത്തെ പ്രശ്നം ഡിപ്പെൻഡിങ് ഓൺ എ സിസ്റ്റം. ഒരു സംവിധാനത്തിനകത്താ. ഈ 50 കൊല്ലം നീ ജീവിച്ചാലും സംവിധാനത്തിനകത്താണെങ്കിൽ ഒരു കാര്യവും നടക്കത്തില്ല. എനിക്കൊരു കാര്യം മനസ്സിലായത്, ഞാൻ 365 ദിവസവും പ്രസംഗിക്കാൻ പോകുമായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി, എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു കൺവെൻഷൻ പ്രസംഗനാണ്.
പിന്നെ എനിക്ക് മനസ്സിലായി, ഈയിടയിൽ ഒരു 6 മാസമായതേ ഉള്ളൂ ഈ ചിന്ത മാറിയിട്ട്. ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെന്നപ്പം 17 പേരുടെ ഒരു ലിസ്റ്റ് വന്നു. എന്നിട്ട് പറഞ്ഞു ഈ മൊത്തം പേരും പറഞ്ഞു വെച്ചാൽ പ്രസംഗിക്കാമെന്ന് പറഞ്ഞു. അന്നേരം എനിക്ക് മനസ്സിലായി, ഇത് ചുമ്മാതെ വെറുതെ ഒരു സിസ്റ്റമാണ്. ഇതിനകത്തൊന്നും ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അച്ചാനെ അപ്പാപ്പനെ ഉയർത്തുന്നതല്ലല്ലോ വചനത്തിൻ്റെ ശക്തി. താഴ്ത്താനൊന്നും പോത്തില്ല, പക്ഷെ നിന്നെ പൊക്കുന്നതല്ലല്ലോ വചനത്തിൻ്റെ ശക്തി. ഇന്ന് പകൽ ഞങ്ങൾക്ക് ഉയർത്താൻ ഒരുത്തനേ ഉള്ളൂ. ഞങ്ങൾക്ക് ഉയർത്താൻ ഒരേ ഒരു നാമമേ ഉള്ളൂ. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷപ്പെടാൻ പറ, ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ മനുഷ്യരുടെ ദൂരാരാവാര ഒരു സിസ്റ്റത്തിനകത്ത് ബന്ധിക്കപ്പെട്ടവനാ. പക്ഷെ അവൻ്റെ ഒറ്റ ആഗ്രഹം, യേശു എങ്ങനെയുള്ളവനാണെന്ന് എനിക്കൊന്ന് കാണണം. ഓടുക. കയറിയത് വിത്തല, മരത്തല. ഞാൻ ചോദിച്ചാടാ, മരത്തെ കയറിയവരൊക്കെ രക്ഷപ്പെട്ട് ഇല്ല. മരത്തെ കയറിയവനെല്ലാം ശപിക്കപ്പെട്ടിട്ടുണ്ട്. ബുദ്ധിയുടെ രാക്ഷസനായിരുന്നു അഹിത്തഫേൽ. അവൻ അവസാനിച്ചത് കയറയിലും മരത്തേലുമാണ്. അയ്യോ, സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായിരുന്നു അബ്ശാലോ, അവസാനിച്ചത് മരത്തേല. അയ്യോ, കാശി കയ്യിലുണ്ടായിരുന്നവനാ യൂദ, അവസാനിച്ചത് വിത്തല. ഉറക്കെ പറ, മരത്തേല. ബുദ്ധി മരത്തേൽ അവസാനിക്കും, സൗന്ദര്യം മരത്തേൽ അവസാനിക്കും, കഴിവ് മരത്തേൽ അവസാനിക്കും, പണം മരത്തേൽ അവസാനിക്കും. പിന്നെന്താത്തിനാടാ നീ മരത്തെ കയറി? എനിക്ക് കാണാനാ. അതന്നാ ഞങ്ങളുടെ ഈ നാടില്ലേ എരികോ, ഇവിടുന്ന് 15 മൈൽ അപ്പുറത്താ ബഥാനി എന്ന് പറയുന്ന ഗ്രാമം. 2-3 ദിവസം മുമ്പ് സംഭവിച്ചെന്താണെന്നറിയോ? അവൻ ആ ഗ്രാമത്തിലൂടെ നടന്നു പോയപ്പോൾ അവിടെ ഒരു ശവക്കല്ലറയുടെ അകത്തിരുന്നവനെ പുറത്തെടുത്ത് ജീവിപ്പിച്ചു. അവൻ എങ്ങനെയുള്ളവനാന്ന് കാണാൻ ഞങ്ങളെല്ലാവരും ഓടുന്നത് അതിനു വേണ്ടിയാ. ഞാൻ ചോദിച്ചു, നീ എന്നെ അവരെക്കാട്ടി വേഗത്തിലോ? അതാ 4000 പേരെക്കാട്ടി വേഗത്തിൽ ആരും എന്നെ കൂടത്തില്ല. ഞാനൊരു സിസ്റ്റത്തിനകത്ത് നിൽക്കുന്നവനായതുകൊണ്ട് ആരും എന്നെ കൂടത്തില്ല. നീ എവിടാ ഇപ്പം ഇരിക്കുന്ന? മരത്തേല് സ്റ്റക്കായിപ്പോയി. മരത്തെ സ്റ്റക്കായിരിക്കുന്ന ഒരുത്തനോട് സ്വർഗം ചെന്ന് നിന്നേച്ച് വിളിച്ചു പറ, ഇറങ്ങി വാടാ, ഇറങ്ങി വാ. ഇന്ന് പകൽ നീ ഏത് ബന്ധനത്തിനകത്ത് സ്റ്റക്കാണേലും സക്കായിയേ, ഇറങ്ങി വാ, എഴുന്നേറ്റ് ഇറങ്ങി വാടാ. ഉടാ രബരബരവ ഇരിക്കുന്ന ആവർത്തിക്കപ്പെടുന്ന ശബനാര, ഇറങ്ങി വാ. ചില സിസ്റ്റങ്ങളുടെ അകത്തു നിന്ന് പകല് നീ ഇറങ്ങി വാ. നിന്നെ സ്വർഗം ഇറക്കിക്കൊണ്ട് വരാൻ പോവാ. ഇറങ്ങിയാ തുറക്കും, ഇറങ്ങിയാ തുറക്കും. എന്തൊക്കെ തുറക്കും? എടാ ദൈവം എന്താ തുറക്കാത്തെ? സക്കായിക്ക് വേണ്ടി എന്തൊക്കെയാ തുറന്നേ? 1 ഹൃദയത്തെ തുറന്നു, 2 വീടിനെ തുറന്നു, 3 ഭാവിയെ തുറന്നു, 4 നിത്യതയെ തുറന്നു. ഇതാ ദൈവസന്നിധി വന്നാവുള്ള ഗുണം. വീട് തുറക്കപ്പെടും, ഭാവി തുറക്കപ്പെടും. ഓ പറ, വീട് തുറക്കപ്പെടും, ഭാവി തുറക്കപ്പെടും, ഹൃദയം തുറക്കപ്പെടും. എല്ലാറ്റിലുപരി എന്തോ തുറക്കപ്പെടും? നിത്യത തുറക്കപ്പെടും. ഇന്ന് പകൽ നിന്റെ മുമ്പിൽ ദൈവം ചിലത് തുറക്കാൻ പോവുക. ഇനിയും നീ ഇരിക്കണ്ട. ജീവിതത്തിൽ ഇരുന്നു പോയ ഒത്തിരി മനുഷ്യരുണ്ട്. 12 കൊല്ലമായിട്ടിരിക്കുക, രോഗം ഇരുത്തി. നിങ്ങൾക്കറിയാവുന്ന കാര്യമൊക്കെ ഇത് ആവർത്തിക്കപ്പെടുന്ന ഒരു സൈക്കിളാണ്. ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു സൈക്കിൾ. ഒറ്റ ഉദാഹരണം മാത്രം പറഞ്ഞേച്ച് ഞാൻ അങ്ങോട്ട് കയറി വരാം. ഈ ഉൽപ്പത്തി പുസ്തകം 35:1 വായിച്ചു നോക്കിക്കേ. ഉൽപ്പത്തി 35:1. ദൈവത്തിന് സ്തോത്രം. ആവർത്തിക്കപ്പെടുന്ന ഒരു സൈക്കിളിനെ കുറിച്ച് വേഗം ഒന്ന് പറഞ്ഞേച്ച് വരാം. 35:1 ഒന്ന് വായിച്ചോ. ഉൽപ്പത്തി 35:1. അനന്തരം ദൈവം യാക്കോബിനോട്, നീ എഴുന്നേറ്റ്, നീ പുറപ്പെട്ട്, അല്ലേ? പക്ഷേ God said to Jacob, "Arise, go up to Bethel." അല്ലേ? അങ്ങനല്ലേ ഇംഗ്ലീഷിൽ പറയുന്നേ? ആന്നു, എഴുന്നേറ്റ് പുറപ്പെടുക. അല്ലല്ലേ അങ്ങനെ? യോശുവ 1:1-2 എഴുന്നേറ്റ് പുറപ്പെടുക. ഈ മലയാളത്തിൽ പുറപ്പെടാൻ പറയുന്നിടത്തെല്ലാം ദൈവം പറയുന്ന ഒറ്റ കാര്യമാണ്. എന്താ പറ? എഴുന്നേറ്റ് പുറപ്പെടുക. അപ്പോൾ ഈ മനുഷ്യനും എന്ത് ചെയ്തു പോയി?
ഇരുന്നു പോയി. ഒരു സൈക്കിളിനകത്ത് അങ്ങ് ഇരുന്നു പോയി. ഒരു സംവിധാനത്തിനകത്തങ്ങ് പറ എവിടാ, ഞാൻ പറയാം, ശ്രദ്ധിച്ചോണം. ഈ യാക്കോബ് ഇരുന്നു പോയത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ മനോരമയിലെ സൺഡേ സപ്ലിമെൻറ്റിനകത്ത് ഈ വിവാഹ പരസ്യം പറയുന്നൊരു ഇതുണ്ടല്ലോ, ഒരു പക്തിയുണ്ട്. അതിനകത്ത് എപ്പം ഞാൻ പത്രം വായിക്കാൻ ആരംഭിച്ചോ അന്ന് മുതൽ ഇന്ന് വരെ നോക്കിയിട്ട് മാറ്റമില്ലാത്ത ഒറ്റ കാര്യം കണ്ടിട്ടുള്ളൂ. തൻ്റേതല്ലാത്ത കാരണത്താൽ. കണ്ടിട്ടില്ലേ? പത്രത്തിന് ഞാൻ വായിക്കാൻ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ആ സിസ്റ്റത്തിന് ഒരു മാറ്റവും ഇല്ല. സത്യത്തിൽ ഇത് യാക്കോബിൻ്റെ ജീവിതത്തിലും ആപ്റ്റാ. തൻ്റേതല്ലാത്ത കാരണത്താൽ. ഈ അമ്മയ്ക്കുണ്ടായ ഒരു ഒറ്റ ബുദ്ധി എന്ന് വേണേൽ പറയാം. അല്ലെങ്കിൽ ഈ ചില അമ്മമാർക്ക് ഒരു ബോധവും ഇല്ല. ബോധക്കേട് കാണിക്കരുത്. സത്യമായിട്ട് ഞാൻ പറയാം, ഏറ്റവും വലിയ ബോധക്കേടാണ് ഈ മക്കളെ പല രീതിയിൽ സ്നേഹിക്കുന്നത്. ഉണ്ടോ? സ്വത്രം പോയി പൂക്കുണ്ടോ? ഒരുത്തന് നെയ്മീൻ്റെ വാല് കൊടുക്കും, ഒരുത്തിക്ക് ഇടക്കഷ്ണം കൊടുക്കും, ഒരുത്തന് തല, ഒരുത്തന് മുള്ള്. അങ്ങനെ കൊടുക്കരുത്. ഇനി ഇല്ല ഈ പ്രാവശ്യം നടുക്കഷ്ണം കൊടുത്തോൻ അടുത്ത പ്രാവശ്യം വാലെന്ത് ചെയ്യണം? കൊടുക്കണം. സ്വത്രം. അമ്മയുടെ ബുദ്ധി. ജനിച്ചു വളർന്ന് വന്ന വീട് എന്നേക്കായിട്ട് നഷ്ടപ്പെടുക. അമ്മ വിടുവോ? അമ്മ ആരാ അമ്മ? ഈ ഞങ്ങൾ റാന്നിക്കാരെന്ന് ഞാനിപ്പോൾ അങ്ങ് പറയുന്നുള്ളൂ, കാര്യം ഓൺലൈനിലായതുകൊണ്ട്. അതുകൊണ്ട് പക്ഷേ പാസ്റ്ററോട് ചോദിച്ചാൽ ഇച്ചിരി കൂടെ പറയും, ഞാനത് പറയത്തില്ല. ദൈവത്തിൻ്റെ പണ്ട് അങ്ങനെ ആയിരുന്നു. ഞങ്ങളുടെ ഈ സ്ത്രീകളെല്ലാം ഇച്ചിരി മിടുക്ക് കൂടുതലുള്ളവർ. അന്നേരം ഈ എന്താ അപ്പൻ്റെ വീട് പോയപ്പോഴും അമ്മ ഭയങ്കര മിടുക്കുക. എൻ്റെ വല്യമ്മ എന്നൊക്കെ പറയുന്നത് ഭയങ്കര മിടുക്കരായിരുന്നു. പണ്ടാരെന്ന് പറഞ്ഞ പോലെ പിള്ളേരെല്ലാം നല്ല പിള്ളേരാ, ഏറ്റവും ഇളയവനാ, ഏറ്റവും പാപം അവനാ കഴിഞ്ഞ ആഴ്ച പെര കത്തിച്ചെന്ന് പറയുന്ന പോലെ ആയിരുന്നു. അങ്ങനത്തെ. അന്നേരം ഈ സ്വന്തം വീട് പോയപ്പോഴും യാക്കോബിന് അമ്മ ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തു. പേടിക്കൊന്നും വേണ്ട, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട് അവിടെ ഉണ്ട്, നിൻ്റെ അമ്മാച്ചൻ്റെ വീട്. നീ അവിടെ ചെന്നു, ഇവിടെ താമസിച്ചതിനെക്കാട്ടി നല്ല പൊന്നുപോലെ അമ്മാച്ചൻ നിന്നെ എന്ത് ചെയ്തോളും. സ്തോത്രം. അവിടെ ചെന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അമ്മായി ഇടയ്ക്കൊക്കെ അയല വറുത്തതും കരിമീൻ പൊരിച്ചതും ഒക്കെ കൊടുക്കുമായിരുന്നു. എല്ലാം ഭയങ്കരമായിരുന്നു. പിന്നെ കെട്ടിച്ചും കൊടുത്തു, പിള്ളേരുമായി. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ അമ്മാച്ചൻ ഒരു ദിവസം ഉൽപ്പത്തി 31:55 എനിക്കൊന്ന് അന്ന് രാത്രി പുള്ളി ഉറങ്ങേയില്ലെന്ന് തോന്നുന്നു. അധികാലത്ത് എഴുന്നേറ്റ് യാക്കോവുമായി ബന്ധപ്പെട്ടുള്ള സകലത്തെയും വിളിച്ചു ചുമ്മനം കൊടുത്തേച്ച് എന്ത് ചെയ്തു? പറഞ്ഞു വിട്ടു. അല്ലേ? 31:55 ഉൽപ്പത്തി. അന്നേരം യാക്കോവിന് മനസ്സിലായി, ഇപ്പം അപ്പൻ്റെ വീടും മാത്രമല്ല പോയത്, അമ്മയുടെ വീടും പോയി. അമ്മാച്ചൻ്റെ വീട്, അമ്മ വീടെന്ന് പറയാം. അമ്മ വീടാണ് നമുക്ക് ഇച്ചിരി കൂടെ ഫെമിലിയർ അല്ലേ? അമ്മ വീട്ടിൽ പോകാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? നിങ്ങളൊന്നും തിരുവനന്തപുരംകാർ പോലും അല്ലേ? അമ്മ വീട്ടിൽ പോകാത്തവർ 20 വയസ്സുകൂടെ കുറേ അമ്മ വീടെന്ന് കേട്ടാ അല്ലേ? സ്വത്രം. അപ്പം അപ്പൻ്റെ വീടും പോയി, പറ അമ്മയുടെ വീടും പോയി. എന്നാൽ പിന്നെ പുള്ളി ഓർത്തു, ഇനി ആരുടെ ഔദാര്യം വേണ്ട, സ്വന്തമായിട്ട് ഒരെണ്ണം എന്ത് ചെയ്തേക്കാം, മേടിച്ചേക്കാം. അതും അങ്ങ് 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 ഓണം കയറാൻ മൂലമല്ല, ടൗണിൽ തന്നെ മേടിക്കുക. ആണോ എന്ന് നോക്കിക്കേ. ഉൽപ്പത്തി 33:18 വായിച്ചു നോക്കിക്കേ, സ്ക്രീനിൽ ഇട്ടേക്കണേ. ഉൽപ്പത്തി 33:18 ഉൽപ്പത്തി പുസ്തകം 33:18 വാക്യം. എന്താ? 16 നിന്ന് വന്ന ശേഷം കനാൻ ദേശത്തിലെ ശെഖേം പട്ടണത്തിൽ സമാധാനത്തോടെത്തി പട്ടണത്തിനിരികെ പാളയടിച്ചു. 19 വാക്യം. അടുത്ത വാക്യം. താൻ കൂടാരമടിച്ചിരുന്ന സ്ഥലം ഹാമോരിന്റെ പുത്രന്മാരോട് ശെഖേമിന്റെ അപ്പനായ ഹാമോരിന്റെ പുത്രന്മാരോട് എന്ത് ചെയ്തു? 100 വെള്ളിക്കാശിന് വിലയ്ക്ക് വാങ്ങി. അപ്പം പുള്ളി പറഞ്ഞു, ഇനി ഇപ്പം ആരുടെ ഔദാര്യം വേണ്ട, പറ, സ്വന്തമായിട്ട് ഒരെണ്ണം മേടിക്കുക. 19 വാക്യം. കൂടാരം അടിച്ചിരുന്ന സ്ഥലം ശെഖേമിന്റെ അപ്പനായ ഹമോരിന്റെ പുത്രന്മാരോട് 100 വെള്ളിക്കാശ്. ഇത് എത്ര? 100 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാശാണ് കേട്ടോ. അതിനെന്ത് ചെയ്തു? വിലയ്ക്ക്. അവിടെ നല്ലൊരു വീടും ഒക്കെ വെച്ച് നമ്മുടെ പാസ്റ്റർമാരെ എല്ലാം വിളിച്ച് ഡെഡിക്കേഷനും ഒക്കെ നടത്തി സമാധാനത്തോടെ ഇരുന്ന്
കൊച്ചിന് യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു അഡ്മിഷൻ മേടിച്ചു കൊടുത്തു. അവൾ പിറ്റേ ദിവസം ഒരു ടൂറിന് പോയി. അന്നും ഇന്നും എല്ലാം ഇങ്ങനെ. എൻ്റെ അച്ഛൻ എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം ഇതാ, എൻ്റെ പിള്ളേർ ഉൾപ്പെടെ അങ്ങനെ. ഈ അപ്പനും അമ്മയും എവിടെ കൊണ്ടുപോയാലും അവർക്കത് ടൂറല്ല. എവിടുന്ന് പോയാലേ ടൂറാകത്തുള്ളൂ. എന്തോ അതിൻ്റെ രഹസ്യമൊന്നും എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെയും കൂടെ പോകുന്നതാണ് ടൂറ്, അല്ലേ? വേറെ ടൂറൊന്നും പോകല്ല. ആണോ? ഒരാൾ പോലും ചിരിച്ചില്ല എന്നെ നോക്കിയെന്ന്. ആ ടൂർ പോക്ക് അവസാനിച്ചത് എവിടാ? അപമാനത്തിൽ. അപമാനം സംഭവിച്ചിട്ടും അത് മോക്ക പറ്റിയിട്ടും അപ്പൻ്റെ രക്തം തിളച്ചില്ല. എന്നാ കാരണം? അതാ കാരണം, ജീവിതത്തിൽ ഒത്തിരി അലഞ്ഞുണ്ടാക്കിയൊരു വീടാ. ആൺപിള്ളേരുണ്ട്, അവന്മാരറിഞ്ഞ അവമാനം മൂടി വെക്കാൻ ശ്രമിച്ചു, പക്ഷെ വിധി സമ്മതിച്ചില്ല. ആ സൈക്കിൾ ഇങ്ങനെ ആവർത്തിക്കപ്പെടുക. സ്തോത്രം. പിള്ളേർ അപ്പൻ അറിയുന്നതിനെക്കാട്ടി മുമ്പ് അറിഞ്ഞു. 2 എണ്ണത്തിനെ കൊന്നേച്ചു വന്നു. അയ്യോ, വെല്ലോൻ്റെ നാട്ടിൽ ചെന്ന് വരത്തൻ വഴക്കുണ്ടാക്കിയ നാട്ടുകാർ വെച്ചേക്കുവോ? സ്തോത്രം. സൈക്കിൾ ആവർത്തിക്കപ്പെടുക. അപ്പൻ്റെ വീട് പോയി, അമ്മയുടെ വീട് പോയി, സ്വന്തമായിട്ട് അധ്വാനിച്ചതും പറ പോവാ. ഇരുന്നു പോയി. ഉൽപ്പത്തി 34 ഇരുന്നു പോയ മനുഷ്യനെ 35ൻ്റെ 1 വിളിച്ചേച്ച് ദൈവം പറയുകയാ, എടാ സൈക്കിളിനെ ഞാനിന്ന് പകൽക്കാലം ചേഞ്ച് ചെയ്യാൻ പോവാ. ഇനിയൊന്ന് ഇരുന്ന് പോകത്തില്ല. ഇരുന്ന് പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. നഷ്ടങ്ങളുടെ സൈക്കിളിനെ ഞാനിന്ന് പകൽ. ഓ, മനസ്സിലാകുന്നവര് മാത്രം ദൈവത്തെ സ്തുതിച്ചോ. നീ ഒരു പുസ്തകം എഴുതിയാൽ നഷ്ടങ്ങൾ മാത്രമായല്ലേ, പക്ഷെ ഈ സിസ്റ്റത്തേക്ക് ഒരു പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഹിറ്റ് ചെയ്യും. ധൈര്യത്തോടൊന്ന് വിശ്വസിച്ചോ, ഈ സിസ്റ്റത്തേക്ക് ഒരു ദൈവാത്മാവ് ഇന്ന് പകൽ ഹിറ്റ് ചെയ്യും. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, പണ്ടുള്ളതിനെ ഓർക്കണ്ട, മുമ്പുള്ളതിനെ നിരൂപിക്കേണ്ട. പുതിയതൊന്നും ഞാൻ ഇന്ന് പകൽ നിനക്ക് വേണ്ടി ചെയ്യാൻ പോവുക. അതിപ്പോ തന്നെ ആരംഭിക്കും. ഓ, വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുത്തോ. അപ്പൻ്റെ വീട് പോയി, അമ്മയുടെ വീട് പോയി, സ്വന്തം വീട് പോയി, സൈക്കിൾ ആവർത്തിക്കപ്പെടുക. പക്ഷെ ഇല്ല പ്രിയപ്പെട്ടവനെ, നിന്റെ ലൈഫിൽ ഇനി സൈക്കിൾ ആവർത്തിക്കപ്പെടത്തില്ല. ഉൽപ്പത്തി 35:1 നീ എഴുന്നേറ്റോടാ. ഇന്നേക്ക് 20 വർഷം മുമ്പ് നിന്റെ അപ്പൻ്റെ വീട്ടിൽ നിന്ന് നീ പുറപ്പെട്ടു വരുമ്പോ നിനക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന ഒരു വീട് ബേഥേലിൽ കിടപ്പുണ്ട്. അവിടോട്ട് വാ. അവിടെ എൻകൗണ്ടറുകൾ നടക്കും. അവിടെ ദൂതന്മാർ നിനക്ക് വേണ്ടി ഇറങ്ങും. അവിടെ തേജോമനായ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങും. ഇന്നത്തെ പകൽ നിന്റെ ജീവിതത്തിന് നേരെ എതിരായി നിൽക്കുന്ന ചില പദ്ധതികളെ പരിശുദ്ധാത്മാവ് കീറിക്കളയും. നിന്റെ ലൈഫ് ദൈവം ചേഞ്ച് ചെയ്യും. നിന്റെ കുടുംബത്തെ ദൈവം തിരിക്കും. സൈക്കിള് നിന്റെ മേൽ ആവർത്തിക്കപ്പെടത്തില്ല. നിന്റെ അപ്പന്റെ കാലത്തും നിന്റെ കാലത്തും നിന്റെ അനിയന്റെ കാലത്തും ആവർത്തിക്കപ്പെട്ടു വന്ന സൈക്കിളുകളെ യാക്കോബ്
ജീസസ്. യാക്കോബ് എന്ത് ചെയ്തെന്നറിയോ? അവനെ മാത്രം വിളിച്ചേ, പക്ഷെ അവൻ മാത്രമല്ല വന്നത്, അവനും അവൻ്റെ കൂടെയുള്ള കുടുംബത്തോട് എല്ലാവരോടും പറഞ്ഞ് എഴുന്നേക്കാൻ പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞ് വസ്ത്രം മാറാൻ പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും കൂടെ എങ്ങോട്ട് പോകാം? പറ, ബേഥേലിലേക്ക് പോകാം. ഇന്ന് ജീവിതം മാറും, ഇന്ന് ജീവിതം മാറും. എത്രയും പെട്ടെന്ന് നീ ബേഥേലിലേക്ക് വാ, ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് വാ. ഇന്ന് നിന്റെ ജീവിതം മാറും. മക്കളെ, മനസ്സിലായോ മക്കളെ? ഇന്ന് വരെയുള്ള നിന്റെ വീടിന്റെ ചരിത്രം ഇന്ന് ദൈവം മാറ്റും. ഓ ഓ ഓ ഓ തിരിഞ്ഞു നോക്കുമ്പം നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് നടന്ന ഒരു ദിവസമായി ഇന്നത്തെ ദിവസത്തെ ദൈവം മാറ്റും. ഓ, മരിക്കുന്നിടം വരെ ഓർത്താരാധിക്കാനുള്ള ഒരു വക ഇന്ന് ദൈവം നിനക്ക് തരും. ഇന്ന് നിന്റെ ജീവിതം ദൈവം മാറ്റും. മരിക്കുന്നിടം വരെ ഓർത്താരാധിക്കാനുള്ള വക ഇന്നത്തെ ദിവസം നിന്റെ ലൈഫിൽ ദൈവം തരും. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനിത് ചുമ്മാതെ പറയുകയല്ല. ഭയങ്കര ദൈവസാന്നിധ്യം ഇവിടെ നിപ്പുണ്ട്. ആ ദൈവസാന്നിധ്യത്തിന്റെ മറവ് ഞാൻ പറയാം. 38 കൊല്ലമായി തിരിയാത്ത ചില സൈക്കിളുകൾ ഇന്ന് തിരിയും. ഇന്ന് നിന്റെ ശുശ്രൂഷ തിരിയും, ഇന്ന് നിന്റെ ലൈഫ് തിരിയും, ഇന്ന് നിന്റെ കുടുംബം തിരിയും, ഇന്ന് നിന്റെ സഭ തിരിയും. ഇന്ന് നിന്റെ മേൽ ദൈവം ഇട്ടിരിക്കുന്ന നിയോഗത്തിലേക്ക് ഇന്ന് നിന്റെ മേലൊരു നിയോഗം വരും. ഇന്ന് നിന്റെ മേലൊരു അഭിഷേകം പകരും. ഇപ്പൊ നിങ്ങൾ ആരാധിച്ചോണ്ട് നിൽക്കുമ്പോ എന്നോട് ദൈവാത്മാവ് ഭയങ്കരമായിട്ട് ഇടപെടുന്നു. ഇരമ്യാവ് 1:10 നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും പണിവാനും വേണ്ടി ഞാൻ ഇന്നു നിന്നെ സ്വീകരിക്കാവോ? രാജ്യങ്ങളുടെ മേലും രാജാക്കന്മാരുടെ മേലും You are appointed for kingdoms. നീ രാജ്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവനാ. നീ രാജാക്കന്മാർക്ക് വേണ്ടി. യെസ്, സ്വീകരിച്ചോ, സ്വീകരിച്ചോ. ഈ പകൽ ആത്മാവ് നിന്നെ ഹിറ്റ് ചെയ്യും. ചില സിസ്റ്റങ്ങൾ പൊളിയും. ഓ ഇരമ്യാവേ, ഇന്ന് പകൽ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുക. എന്തിനാ എഴുന്നേൽപ്പിക്കുന്നതെന്നറിയോ? ടു റൂട്ട് ഔട്ട്, ചിലതിന്റെ വേര് പിഴുതെടുക്കാൻ. കഴിഞ്ഞ കുറെ കൊല്ലമായി നിന്റെ ശുശ്രൂഷയ്ക്ക് നേരെ, നിന്റെ സഭയ്ക്ക് നേരെ, നിന്റെ ജീവിതത്തിന് നേരെ പടർന്നു വന്തലിച്ചു കൊണ്ടിരുന്ന ടു റൂട്ട് ഔട്ട്, പുൾ ഡൗൺ, ഇടിച്ചുകള, ഡിസ്ട്രോയ്, നശിപ്പിക്കാം, ത്രോൺ ഔട്ട്, എറിഞ്ഞുകള, ടു ബിൽഡ്, പണിയാം.
To root out, pull down, destroy and throw out. ഇന്ന് പകൽ ചിലതിനെ വലിച്ചെറിയ നീ, വേരോടെ പിഴുതു വലിച്ചെറിയും നീ. സഹോദരങ്ങളെ, ഇരമ്യാവിൻ്റെ ചരിത്രം ഞാൻ പറയാൻ പോയാൽ 1 അധ്യായത്തിൻ്റെ 1 വാക്യം, ബെന്യാമീൻ ദേശത്ത് അനാഥോത്തിലെ പുരോഹിതന്മാരിലൊരുത്തനായ, ഈ അനാഥോത്ത് എന്ന് പറയുന്നത് പുരോഹിതന്മാർ മാത്രം താമസിക്കുന്നൊരു സ്ഥലമാണ്. അനാഥോത്തിൻ്റെ ഹിസ്റ്ററി മനസ്സിലാക്കാൻ 2 കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവിടോട്ട് ഞാൻ ബേസിക്കലി പോകുന്നില്ല. അനാഥോത്തിൻ്റെ ഹിസ്റ്ററി മനസ്സിലാക്കണമെങ്കിൽ യോശുവ 21:18, അപ്പോൾ തന്നെ 1 രാജാക്കന്മാർ 2:26. യോശുവ 21:18 നമുക്കറിയാം. അനാഥോത്ത് ആർക്ക് കൊടുത്തിരിക്കുന്നതാണ്? പുരോഹിതന്മാർക്ക് കൊടുത്തിരിക്കുന്ന പട്ടണമാണ്. യെറുശലേമിന് വടക്ക് ഭാഗത്ത് 5 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന പുരോഹിത പട്ടണമാണ് അനാഥോത്ത്. ഈ അനാഥോത്തിൽ താമസിക്കുന്നവർ ഔദാര്യത്തിൽ ജീവിക്കുന്നവരാ. തെളിവ് 1 രാജ 2:26. അബിദ്യാർ പുരോഹിതനോട് രാജാവ് പറയുന്നൊരു കാര്യമുണ്ട്, നിന്നെ കൊല്ലണ്ടതാ, പക്ഷെ ഞാനിപ്പോൾ എന്ത് ചെയ്യുക? കൊല്ലാതെ വിടുക. നീ എൻ്റെ ഔദാര്യത്തിൽ എവിടെ ജീവിച്ചോ? അനാഥോത്തിൽ ജീവിച്ചോ. ഇന്ന് പകൽ നിന്നോട് ഞാൻ പറയാ, വെല്ലോൻ്റെ ഔദാര്യത്തിൽ ജീവിച്ച കാലമൊക്കെ കഴിഞ്ഞു. അമ്മാച്ചൻ്റെ ഔദാര്യത്തിലും അമ്മായിയുടെ ഔദാര്യത്തിലും അപ്പൻ്റെ ചേട്ടൻ്റെ ഔദാര്യത്തിലും വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് നിന്റെ ജീവിതം ദൈവം മാറ്റും. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പറയുന്നു, വെല്ലോരുടെ ഔദാര്യത്തിൽ ജീവിച്ച കാലം കഴിയുക. ലൈഫ് മിഷന്റെ വീട് പോലും നിനക്ക് വേണ്ട, നിനക്കുള്ളത് ദൈവം ഒരുക്കും. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത്. യെസ്, ഇന്ന് ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും. അനാഥോത്തിൽ എല്ലാവരുടെ ഔദാര്യത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവനല്ല നീ. നിന്റെ മേൽ ഇന്ന് പകലൊരു സ്പാർക്ക് ഉണ്ടാകും. നിന്റെ മേൽ ഇന്ന് പകലൊരു ടച്ച് ഉണ്ടാകും. ഇരുന്നു പോയ നിന്നെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് തൊടും. ദൈവം ഒരുത്തനെ എഴുന്നേൽപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ഭാരതസഭ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇന്ത്യയിലെ സഭ കാണാൻ പോകുന്നതേ ഉള്ളൂ. കേരള സഭ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഓൾ നേഷൻസിലുള്ള ചർച്ച് ഓഫ് ഗോഡ് കാണാൻ പോകുന്നതേ ഉള്ളൂ. ദൈവം ഒരുത്തനെ എങ്ങനെ എഴുന്നേൽപ്പിക്കുമെന്ന്. യെസ്, ഇരമ്യാവിനെ ദൈവം അഭിഷേകം ചെയ്തപ്പോൾ ആ അഭിഷേകത്തിന് 9 തലങ്ങളുണ്ടായിരുന്നു, 9 പടികൾ. ദ 9 സ്റ്റെപ്സ് ഓഫ് അനോയിന്റിങ്. അഭിഷേകത്തിൻ്റെ 9 പടികൾ. എനിക്കത് പറയണമെന്നുണ്ട്. പറയണോ? ഓ യെസ്, സംഭവിക്കും ഇന്ന് പകലത്. ഇനി നീ ഇരിക്കത്തില്ല. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിന്നെ തൊടുമ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുക, നിങ്ങൾക്ക് മനുഷ്യൻ്റെ ഔദാര്യത്തിൽ ജീവിക്കണോ അതോ ദൈവത്തിൻ്റെ മഹത്വം അനുഭവിച്ചുകൊണ്ട് ജീവിക്കണോ? അങ്ങനെയാണ് നീ ഇന്ന് പകൽ ഒരു വാക്ക് നിർത്ത്. ആരും എന്നെ സഹായിപ്പാനില്ലായിരുന്നെന്നുള്ള വാക്ക് ക്യാൻസൽ ചെയ്യും. എൻ്റെ കൂടെ എന്നെ സഹായിപ്പാൻ ആരുണ്ട്? എത്ര പേർക്ക് ഇന്ന് പകൽ ഉറക്കെ പറയാൻ പറ്റും? എന്നോട് കൂടെ ആരുണ്ട്? 2 കരം ഉയർത്തിപ്പിടിച്ച് ഉറക്കെ പറ. ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങി വന്നാലും ഓ എന്നോട് കൂടെ ആരുണ്ട്?
തിരോ രബ 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 ശതരേ. ദൈവം നിന്നെ ഷിഫ്റ്റ് ചെയ്യാൻ പോവാ. ദൈവം നിന്നെ തൊടുന്ന പകലായത്. പേടിച്ചിരുന്നവന്റെ മേൽ ആത്മാവ് വന്നപ്പം അവനെ ആത്മാവ് എഴുന്നേൽപ്പിച്ചതുപോലെ ഇന്ന് പകൽ സ്വർഗം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവാ. ഒത്തിരി പരിചയമൊന്നുമില്ലല്ലേ ഈ ഇതുപോലുള്ള യോഗത്തിലെ പ്രസംഗം കേട്ട്? ഒത്തിരി പരിചയമൊന്നുമില്ലല്ലേ? ആദ്യമായിട്ടൊക്കെ വന്നതല്ലേ? പക്ഷെ നിങ്ങളോടാ ഞാൻ ഇന്ന് പകൽ പറയുന്നത്, നിന്റെ ലൈഫിനെ ദൈവം തൊടാൻ പോവാ. പാരമ്പര്യക്കാരനെയൊക്കെ മാറ്റി നിർത്തിയേച്ച് പരിശുദ്ധാത്മാവിന്റെ പകർച്ച എന്താണെന്നുള്ളത് എനിക്കങ്ങോട്ട് വിട്ടച്ചു പോകാൻ പറ്റുന്നില്ല. ഇന്ന് പകൽ ദൈവം തൊടുന്ന ചില ചെറുപ്പക്കാർ ഇവിടെ ഇരിക്കുന്നു. ദൈവം തൊടുന്ന ചില സഹോദരങ്ങൾ ഇവിടെ ഇരിക്കുന്നു. ദൈവം തൊടുന്ന ചില അഭിഷക്തന്മാർ ഇവിടെ ഇരിക്കുന്നു. താങ്കളുടെ കാലം കഴിഞ്ഞിട്ടില്ല. താങ്കളുടെ ശുശ്രൂഷ സമയം വരുന്നതേ ഉള്ളൂ. യെസ്, അനാഥത്തിലെ അനാഥമായ ജീവിതത്തിന് ഇന്ന് പകൽ ആറുതി കൽപ്പിക്കുന്ന പകലാ ചെറുപ്പക്കാരാ. ഒറ്റ ടച്ച് 9 തലങ്ങൾ വായിച്ചു. പെട്ടെന്ന് സ്ക്രീനിലിട്ടാൽ നല്ലതായിരിക്കും. 1:9-10 ഇരമ്യാവിനോട് ദൈവം പറയാ, യു ആർ എ ഞാൻ നിന്റെ വായിലോട്ട് എന്താ തരും? ഐസ്ക്രീം തരുമെന്നല്ല, വചനം തരും. പിന്നെ അപ്പൊ എന്താ സംഭവിക്കുന്നത്? 10-ാം വാക്യം പറ. 10-ാം വാക്യം നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും. ഒറ്റ വാക്ക് ഞാൻ നിന്നോട് പറയാം, യു ആർ എ ഡിസ്ട്രോയർ ആൻഡ് ബിൽഡർ. നീ ആരാ? ഉറക്ക പറ. പൊളിക്കുന്നവനുമാ. സെയിം ലൈക്ക് ഗിഡെയോന്റെ ആത്മാവ് ഇന്ന് പകൽ നിന്റെ മേൽ ദൈവം പകരും. നീ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാ മിദ്യാനിയർ? ദൈവം പറഞ്ഞ എൻ്റെ കുഴപ്പമല്ലടാ, നിന്റെ അപ്പൻ്റെ വീട്ടിലൊരു കഴുതയുണ്ട്, അശേരയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. നീ ഇന്ന് പകൽ അതിനെ അങ്ങ് വെട്ടിക്കളാം. പകല് പറ്റത്തില്ല, രാത്രി ചെയ്താലും മതി. മിദ്യാനിനി ചലിക്കത്തില്ല. ആരാടാ മിദ്യാൻ? അബ്രഹാമിന് അത് കെതൂറയുടെ മക്കളാ മിദ്യാൻ. അവൻ ദാനങ്ങൾ കൊണ്ട് പോകേണ്ടവനാ. അവൻ അവകാശത്തെ മുടിക്കാൻ ദൈവം എന്ത് ചെയ്യത്തില്ല. അവകാശത്തെ മുടിക്കാൻ ദൈവം എന്ത് ചെയ്യത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉറക്കെ പറ, മിദ്യാൻ എൻ്റെ അവകാശത്തെ മുടിക്കാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ലെന്ന് ഉറപ്പുള്ളവർ ഇന്ന് പകൽ നീ മിദ്യാനെ വെട്ടിക്കളഞ്ഞു. ദൈവാത്മാവ് ശക്തമായിട്ട് നിന്നോട് പറയുകയാ, നിന്റെ വീടിനകത്തൊരു ഡെലിവറൻസിന് തടസ്സമായി നിൽക്കുന്ന മിദ്യാന്റെ ആ പദ്ധതികളെ പൊളിച്ചു മാറ്റാനായിട്ട് ഇന്ന് നിന്റെ മേലൊരു ഷിഫ്റ്റ് ദൈവം തരും. ഫ്രം ഫിയർ ടു അതോറിറ്റി. ഭയത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. ശബ്ദം ഉയർത്തി പറ. ഹല്ലേലൂയ അല്ല പറയേണ്ടത്, വാ തുറന്ന് പറ. ഭയത്തിൽ നിന്ന് ശബ്ദം ഉയർത്തി സഭ പറ. രണ്ട് കര ഉയർത്തി ശബ്ദം ഉയർത്തി പറ. ഒന്നുകൂടെ ശബ്ദം ഉയർത്തി പറ. ശബ്ദം ഉയർത്തി പറ. ശബ്ദം ഉയർത്തി പറ. 19-ാമത്തെ പകൽ ഭയത്തിൽ നിന്ന്
ഭയത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. From fear to authority. ഒറ്റക്കാരിയ റൂട്ട് കോസിനെ നീ തിരിച്ചറിയണം. ന്യായാധിപന്മാർ 6:25 റൂട്ട് കോസ് എന്താണെന്ന് നീ തിരിച്ചറിയണം. സ്തോത്രം. ന്യായാധിപന്മാർ 6:25 അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, നിന്റെ അപ്പന്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുചെന്ന് നിന്റെ അപ്പനുള്ള ബാലിൻ ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളക. ഇന്ന് പകൽ നീ ചിലതിനെ വെട്ടിക്കളഞ്ഞോണം. You are appointed for destroying something. ഈ പകൽ നീ ദൈവകൃപ 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 ധീരോ രവരവരവരവരവചസ് ദൈവകൃപ. ഇടിക്കേണ്ടതിനെ ഇടിച്ചില്ലാൽ ഇടിച്ചു കളയണമെന്ന് പറഞ്ഞിട്ട് ചിലർ കോട്ടുവാവിട്ട് അത് സ്വീകരിച്ചേ. ഇടിക്കേണ്ടത് ഇടിച്ചില്ലേ, എനിക്കല്ല കുഴപ്പം, നിനക്കാ കുഴപ്പം. ന്യായാധിപന്മാർ 6:6 ഇടിച്ചില്ലാൽ എന്നാ പറ്റുന്നതെന്നറിയാവോ? ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. അപ്പം നിന്റെ കുടുംബം ക്ഷയിക്കുന്നതിൻ്റെ കാരണം എന്താ? ഉറക്കെ പറ. ഇടിക്കേണ്ടതിനെ നീ എന്ത് ചെയ്യാത്തത് കൊണ്ടാ? ഇടിക്കാത്തത് കൊണ്ടാ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ ഇടിക്കേണ്ടതിനെ നീ ഇടിച്ചാൽ ഇനി മിദ്യാന്യർ തലപൊക്കത്തില്ല. ഇടിക്ക ഇടിക്ക ഇടിക്ക. അഭിഷേകത്തിന്റെ തീ കത്തുക. ഓ തിരോ വൈഡര വര വര വരവ. ഹല്ലേലൂയ. ദൂരോ വൈഡര വര 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 വരവ. യെസ്. ഇനി അത് തലപൊക്കത്തില്ല. ഇനി അത് തലപൊക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇന്ന് പകൽ ഇടിക്കേണ്ടതിനെ നീ ഇടിച്ചോ. യെസ്. 8:28 വായിച്ചോ. 8:28 വായിച്ചോ. 8:28. എന്നാൽ മിദ്യാൻ തലപൊക്കാതെ വണ്ണം ഇസ്രായേൽ മക്കൾക്ക് കീഴടങ്ങിപ്പോയി. ഗിദെയോന്റെ കാലത്ത് ദേശത്തിന് 40 സംവത്സരം സ്വസ്ഥതയുണ്ടായി. ഇന്ന് പകൽ ഇനി നിന്റെ മുമ്പിൽ ഒന്നും തലപൊക്കത്തില്ല. എത്ര പേര് ഈ പകല് വിശ്വസിക്കുന്നുണ്ട്? ആ സൈക്കിളിനെയും തലപൊക്കുവോ? ആ ക്യാൻസറിനെയും തലപൊക്കുവോ? സ്വസ്ഥതയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ചിലതിന് ധൈര്യത്തോടെ വിശ്വസിച്ചോ. ഒന്ന് ഉറക്കെ പറ ബ്രദറെ, ശബ്ദം ഉയർത്തി പറ. ഇനി എന്തോ ചെയ്യത്തില്ല. ഇനി എന്ത് ചെയ്യത്തില്ല? ഓ ഇനി എന്ത് ചെയ്യത്തില്ല? എടാ റൂട്ട് പറിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തോത്തിന് തലവെക്കാൻ പറ്റും? ഇന്ന് പകൽ ചിലതിന്റെ റൂട്ട് പൊളിയ. റൂട്ട് പൊളിയ.
ഞാൻ ഉറപ്പിച്ചു പറയുന്നു, RCC തള്ളിയ കേസാണെങ്കിലും റൂട്ട് പൊളിഞ്ഞ പിന്നെ ക്യാൻസറിന് തലപൊക്കാൻ പറ്റത്തില്ല. യെസ്, ഇന്ന് പകല് ചിലതിന്റെ റൂട്ട് പൊളിയുന്നുണ്ട്. ഇവിടെ പരിശുദ്ധാത്മാവ് ചിലതിന്റെ റൂട്ട് പൊളിക്കുക. ഇനി തല പൊക്കാൻ അനുവദിക്കത്തില്ല. എന്നോട് ഈ പകൽ തിരുവനന്തപുരത്തോട്ട് വരുമ്പോ ഒറ്റ വാക്കേ പറയാൻ പറഞ്ഞുള്ളൂ, സൈക്കിളുകൾ പൊളിയ. ഇവിടെ അപ്പന്റെ കാലത്ത് ആവർത്തിക്കപ്പെട്ടത് മകന്റെ കാലത്ത് ആവർത്തിക്കപ്പെടുന്നത്, ജീവിതത്തിൽ തന്നെ പല ഘട്ടങ്ങളിലായി ആവർത്തിക്കപ്പെടുന്നത് ഇന്ന് പകൽ ചില ചതിയുടെ സൈക്കിളുകള്. എന്താ മിദ്യാന്റെ സ്ട്രാറ്റജി? എടാ, മിദ്യാൻ ഒറ്റ പരിപാടിയേ ഉള്ളൂ. അവൻ 5 പൈസയുടെ ഏറുപടക്കം പോലും അറിയത്തില്ല. അവൻ ഒറ്റ കാര്യമാണ് ചെയ്യുന്നത്. ഇസ്രയേലിൽ വിതച്ച വിത കൊയ്യാറാകുമ്പം വിള നശിപ്പിക്കും. ഇന്ന് പകൽ നിന്റെ വീടിനകത്ത് പട്ടിണി സമ്മാനിക്കാം. ഈ സൈക്കിളിനെ സ്വർഗം പൊളിക്കുക. ഞാൻ എൻ്റെ ലൈഫിൽ അനുഭവിച്ചത് മുഴുവനായി പ്രസംഗിക്കുന്നേ. ദൈവദാസൻ പറഞ്ഞ പോലെ പ്രായം കുറവാണെങ്കിലും ശുശ്രൂഷയിലെ അനുഭവങ്ങളായി പ്രസംഗിക്കുന്നത്. 33 വർഷത്തെ അനുഭവമായി പ്രസംഗിക്കുന്നേ. ഒരു സമയത്ത് എൻ്റെ ലൈഫ് അങ്ങനായിരുന്നു. എത്ര പോയി ശുശ്രൂഷിച്ചാലും കടവല്ലാതെ ജീവിതത്തിൽ ബാക്കിയില്ലായിരുന്നൊന്നും. ഒരു നന്മ കയറി വരത്തില്ലായിരുന്നു. പക്ഷെ ആ റൂട്ടിനെ വെട്ടി കഴിഞ്ഞപ്പം മുതല് സ്വതന്ത്രം. ഒരു കാര്യം ഞാൻ അഭിമാനത്തോടെ പറയാം, കൃത്യം ടാക്സ് ഒക്കെ കൊടുക്കുന്ന കൂട്ടത്തില്ല. അതൊത്തിരി വർഷമായിട്ട്. ഈ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിക്കുക, ഇത് കമ്പനി നടത്തിയിട്ടാണോ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് ഇത്രയും ടാക്സ് കൊടുക്കുന്നതെന്ന്. കമ്പനി നടത്തുന്നതും കൊടുക്കുന്നതിനെക്കാട്ടി ഞങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചാൽ, തല പൊക്കാതെ വേണം ദൈവം ഒരുത്തൻ്റെ മുമ്പിൽ ചിലതിനെ ഇല്ലാതാക്കാൻ തുടങ്ങിയാൽ നീ ഇനിയും വായ്പ മേടിക്കത്തില്ല. യു ആർ എ ഡിസ്ട്രോയർ ആൻഡ് ബിൽഡർ. നിന്റെ സർക്കിളിനെ ദൈവം ചേഞ്ച് ചെയ്യുന്നത് എനിക്കറിയാം. അനാഥത്തിൽ അനാഥമായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവനല്ല നീ. നീ ഒരു അഭിഷക്തനാ. ഈ പകൽ ചിലരെ ദൈവം മിനിസ്ട്രിക്ക് വേണ്ടി ഒരുക്കി എടുക്കുന്നുണ്ട്. ഞാൻ പാസ്റ്റേഴ്സ് കോൺഫറൻസിലാണ് ഇന്ന് പകൽ ക്രൈസ്റ്റ് സെന്ററിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പകൽ ചിലരെ ദൈവ ശുശ്രൂഷയിൽ എഴുന്നേൽപ്പിക്കാൻ പോവുക. ശക്തരായ ചില അഭിഷക്തന്മാർ ഇതിനകത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു. ഇനി നീ ആരാ? 1, നീ പൊളിക്കുന്നവനും പണിയുന്നവനുമാ. 2, 1:17-18 വേഗം വായിച്ചോ. ഇരമ്യാ 1:17-18. നീ ആരാ? നിന്റെ രണ്ടാമത്തെ ക്വാളിറ്റി ഞാൻ പറയാൻ പോവാ. നീ ആരാ? 1:17-18. നീ ആരാ? വായിച്ചോ.
ദൈവം നിന്നെ ആക്കി വെക്കാൻ പോവാ. ആകയാൽ നീ അരകെട്ടി എഴുന്നേറ്റ് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും അവരോട് പ്രസ്താവിക്കാം. ഞാൻ നിന്നെ അവരുടെ മുൻപിൽ ഭ്രമിപ്പിക്കാതെ ഇരിക്കേണ്ടതിന് നീ അവരെ കണ്ട് ഭ്രമിച്ചു പോകരുത്. ഞാൻ ഇന്ന് നിന്നെ സർവ്വദേശത്തിനും സർവ ശബ്ദം ഉയർത്തി പറ. ഞാൻ ഇന്ന് ദൈവം ഇന്ന് നിന്നെ സർവദേശത്തിനും യഹൂദ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശത്തിലെ ജനത്തിനും നേരെ ഉറപ്പുള്ള ഒരു പട്ടണവും ഇരുമ്പ് തൂണും താമ്ര മതിലുകളും. നീ ആരാ? നീ തൊട്ടാവാടിയല്ല, നീ താമര മതിലോ. ഇരുമ്പ് തൂണല്ല, നീ താമര മതിലാ. നീ അഭിഷക്ത ദൈവദാസി, താമര മതിലെ കോഴിമുട്ട എറിഞ്ഞ അതിനെന്തേലും പറ്റുമോ? ഉറക്കെ പറ. എടാ, ഇന്ന് പകൽ എല്ലാവനെ നോക്കി ഞാൻ വിളിച്ചു പറയാ, താമര മതിൽ നേരെ കോഴിമുട്ട എറിയാൻ വരരുത് കേട്ടോ. ഇതൊന്ന് ചൂടായാലുണ്ടല്ലോ. ദൈവം നിന്നെ ഷിഫ്റ്റ് ചെയ്യുക. ഇന്നത്തെ പകൽ നിന്റെ സർക്കിളുകൾ ഇന്ന് പകൽ മാറുക. ഓ ഇനി മൂന്നാമത് എനിക്കിവിടൊക്കെ അങ്ങ് നിൽക്കണമെന്നുണ്ട്. പക്ഷേ എനിക്ക് ഇത് പറഞ്ഞു നിർത്തണ്ട. ഇതൊന്നും അല്ല, വേറൊരു സംഭവം വരുന്നുണ്ട്. ഇന്ന് നമുക്കവിടെ കയറാതിരിക്കാൻ പറ്റത്തില്ല. മൂന്നാമത് നിന്നെ ദൈവം ആരാക്കാൻ പോവാന്നറിയോ? 6:17. 1, നീ പൊളിക്കുന്നവനും പണിയുന്നവനുമാ. 2, നീ താമര മതില. മൂന്നാമത് 6:17. നീ ആരാ? വായിച്ചു നോക്കിയോ. 6:17. നീ ആരാ? ദൈവത്തിന് സ്തോത്രം. യിരെമ്യാവ് 6:17. ഞാൻ നിങ്ങൾക്ക് കാവൽക്കാരെയാക്കി. അവിടെ പറയാ, ഞാൻ ഒറ്റ വാക്കിൽ അങ്ങ് പറഞ്ഞു വിടാം. യു ആർ എ വാച്ച്മാൻ എന്ന് പറഞ്ഞാൽ നീ സാധാരണ സെക്യൂരിറ്റി അല്ല. ഞാൻ എൻ്റെ റൂട്ട് വേർഡ് നോക്കിയപ്പോൾ കണ്ടത്, നീ ഒരു കമാൻഡോ ആയി മാറാൻ പോവാ. നിന്നെ സ്വർഗം ആരാക്കി മാറ്റാൻ പോവുക. പല കാവൽക്കാരും അവിശ്വസ്തരായപ്പം നിന്നെ ദൈവം ആരാക്കി മാറ്റാൻ പോവുക. ഒരു NST കമാൻഡോയുടെ ലെവലിലോട്ട് സ്വർഗം ഇന്ന് പകൽ നിന്നെ ഷിഫ്റ്റ് ചെയ്യാൻ പോവുക. യെസ്. ഇനി നിന്റെ നാലാമത്തെ ക്വാളിറ്റി എന്താ? 6:27 നോക്കിക്കേ. 6:27. നീ എന്റെ ജനത്തിന്റെ നടപ്പ് പരീക്ഷിച്ചറിയേണ്ടതിന് ഞാൻ നിന്നെ അവരുടെ ഇടയിൽ ഒരു പരീക്ഷകനും. നിന്നെ ആരാക്കും? ടെസ്റ്റർ ഓഫ് മെറ്റൽസ്. നിന്നെ പരിഹാസകനാക്കുമെന്നല്ല, നിന്നെ ആരാക്കും? പരീക്ഷകനും. കൃപാവരങ്ങളെ ടെസ്റ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ. യെസ്. ചില ശുശ്രൂഷകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനാ നീ. അഭിഷക്തനറിയാം, ഈ മാർത്താണ്ഡത്തിനപ്പുറത്ത് കുലശേഖരത്തിന് പോകുന്ന വഴിക്ക് മാത്തൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ലാസറിയ 8-ാമത്തെ വയസ്സിൽ ദൈവം അഭിഷേകം ചെയ്ത മനുഷ്യനാണ്. 80 കൊല്ലം കർത്താവിൻ്റെ വേല ചെയ്ത മനുഷ്യനാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിന് പുറത്ത്, തമിഴ്നാടിന് പുറത്ത് അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഏറ്റവും കൂടുതൽ താമസിച്ചിട്ടുള്ള ഒരു ഉദ്ദേശം ഞാനാണ്. എപ്പോൾ പോയാലും ഞാൻ മുട്ടുകുത്തും, അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആണ്ടവരെ, നമ്മുടെ സമൂഹത്തിൽ എവ്വളോ വരങ്ങളുണ്ടയ്യാ, എവ്വളോ കൃപ കൊണ്ടുള്ളയ്യാ, രട്ടിപ്പോൻ അഭിഷേകത്തിൻ്റെ പിള്ളയുടെ മേൽ ഊറ്റണമേ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിന്റെ കാലഘട്ടത്തിൽ കൃപാവരങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ ഇന്ന് പകൽ
നീയാ ചിലതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, നീയാ ചിലതിനെ ടെസ്റ്റ് ചെയ്യുന്നത്, നീയാ ചിലതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അപ്പൊ ദൈവം പറയുന്നത് കേട്ടോ, ഡിസ്ട്രോയർ ആൻഡ് ബിൽഡർ, താമര മതില്. അടുത്തത് നീ ഒരു NSG കമാൻഡോയാ. 4 നീ ടെസ്റ്റർ ഓഫ് മെറ്റൽസ്. മൂലകങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവനാ നീ. നിന്റെ 5ാമത്തെ പ്രത്യേകത, യു ആർ എ ഗ്രേറ്റ് ഫിസിഷ്യൻ. നിന്നെ ദൈവം ആരാക്കാൻ പോവുക? ഒരു നല്ല ഡോക്ടറാക്കാൻ പോവുക. രോഗശാന്തി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറാക്കി ദൈവം നിന്നെ. യെസ്. ഇരമ്യാവ് 8:11, 21, 22 വാക്യം എഴുതിയെടുത്താൽ മതി. യു ആർ എ ഗ്രേറ്റ് ഫിസിഷ്യൻ. യെസ്. രോഗശാന്തി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒത്തിരി ആളുകൾ പെന്തക്കോസ്തിലുണ്ട്. കുറഞ്ഞു, പക്ഷെ ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം മുണ്ടത്താനം കൺവെൻഷന് ഞാൻ പ്രസംഗിക്കാൻ പോകുമ്പോൾ എന്നെ തേടി ഒരു അച്ചായൻ അവിടെ വന്നു. പാസ്റ്റർ രാജൻ അബ്രഹാം, IPC UAE റീജിയൻ്റെ മുൻ പ്രസിഡന്റാ. വന്നത് 2 ആഴ്ചയ്ക്ക് മുമ്പ് ഭാര്യയെ ദൈവസ്ഥലിൽ ചേർക്കപ്പെട്ടു, അടക്കാൻ വന്നതാ. ഞാൻ ചെന്നെന്നും പറഞ്ഞ് ഇവിടെ വന്നതാ. എന്നോട് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട്. അന്നേരം എന്നോട് പറഞ്ഞു 39 കൊല്ലമായിട്ട് രോഗശാന്തി നിൽക്കുക. ഭാര്യ അങ്ങനായിരുന്നു. മരിക്കുന്നതിൻ്റെ അന്ന് രാത്രി ദൈവം ചെയ്ത ഒരു അത്ഭുതം ഞാൻ വിവരിക്കുന്നില്ല. അന്ന് രാത്രി ഒരു വിക്സ് പോലും പുരട്ടാതെ 39 കൊല്ലത്തെ രോഗശാന്തിയിലെ നിപ്പ് കഴിഞ്ഞ് ദൈവസന്നിധി ചേർക്കപ്പെട്ടു. ഞാൻ ചോദിച്ചു അച്ഛൻ എങ്ങനെയുണ്ട്. എന്നോട് പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല, എല്ലാം കാണുമായിരിക്കും, പക്ഷേ ചിലപ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ അങ്ങ് ഇരുട്ട് കയറും. പലരും പറയും ഷുഗറാന്ന്. ഞാനിന്ന് വരെ നോക്കിയിട്ടില്ല, പക്ഷെ ഒരു കാര്യം സത്യ, എവിടെ എഴുന്നേറ്റ് നിന്നാലും ദൈവം ഉപയോഗിക്കും. നിന്നെ ദൈവം ഒരു ഔഷധമാക്കി മാറ്റാൻ പോവുക. ഗിലെയാദിൽ ഔഷധമില്ലയോ? അവിടെ സുഗന്ധതയിലോ? എൻ്റെ ജനത്തിൻ്റെ പുത്രിക്ക് രോഗശമനം വരത്തില്ലയോ? അച്ചായാ, ഇന്നത്തെ കാലത്തുള്ളത് കൂടുതലും ഇരമ്യാവിനോട് ദൈവം 6 അധ്യായത്തിൽ മുതലങ്ങ് പറയാ, എടാ നിനക്കറിയാവോ ഇപ്പോഴത്തെ ആളുകളൊക്കെ എങ്ങനെയാണെന്ന് നിനക്കറിയാവോ? എന്നിട്ട് ദൈവം അവരോട് പറയാ, 6:14 പറയുന്നു, പലരും ലഘുവായി ചികിത്സിക്കുന്നു. എന്തോ അസുഖം കൊണ്ട് വന്നാലും അവരുടെ കയ്യിൽ എന്തോ ഉള്ളൂ? പാരസെറ്റാമോളേ ഉള്ളൂ. ഞങ്ങളുടെ അത്തിക്കത്ത് പണ്ടൊരു കമ്പൗണ്ടർ ഉണ്ടായിരുന്നു. ഏത് രോഗം കൊണ്ട് ചെന്നാലും പുള്ളിയുടെ കയ്യിൽ ഒരു കുപ്പിക്കകത്ത് ഒരു മരുന്നുണ്ട്. ചിലർക്കത് ഒക്കും, ചിലർക്കത് ഒക്കത്തില്ല. എന്നാത്തിനാന്നേലും പുള്ളി അതേ കൊടുക്കത്തുള്ളൂ. ലഘുവായി ചികിത്സിക്കുന്നവർ. ഇനി 5:13 അതിനെക്കാട്ട് രസം പറയാ. ഒന്ന് വായിച്ചു നോക്കിക്കേ. 5:13, ഇരമ്യാവ് 5:13. അവർക്ക് അരുളപ്പാടില്ല. പ്രവാചകന്മാർ കാറ്റായി തീരും. വെറും കാറ്റാ. അവർക്ക് അരുളപ്പാടില്ല. എന്തോ ഒരു സംഭവം ഇല്ല. എന്തോ പറ, കാറ്റാന്ന് കുത്തിയ. ഇനി 23:28 വായിച്ചു നോക്കിക്കേ. സ്വപ്നം കണ്ട പ്രവാചകൻ സ്വപ്നം വിവരിക്കട്ടെ. എന്റെ വചനം ലഭിച്ചിരിക്കുന്നവൻ എന്റെ വചനം വിശ്വസ്തയോടെ പ്രസ്താവിക്കട്ടെ. വൈക്കോലും കോതമ്പും തമ്മിൽ അപ്പൊ ഇവര് പലരും ആരാ? വൈക്കോല. പക്ഷെ നീ വൈക്കോലല്ല, നീ ഗോതമ്പ. എന്നാ നീ ഗോതമ്പാന്നുള്ളതിന്റെ തെളിവ്. ഈ കേരളത്തിൽ ഇവരൊക്കെ പ്രസംഗിക്കാൻ ഇറങ്ങിയ കാലത്ത് നിൽക്കുന്ന മരം ചായ്ക്കുന്ന പ്രാസംഗികരുണ്ടായിരുന്നു. മനുഷ്യരെ മാത്രമല്ല, അവർ പ്രസംഗിച്ച് തീർന്നാൽ നിൽക്കുന്ന മരം പോലും എന്ത് ചെയ്യുമായിരുന്നു? സ്തോത്രം. അതുപോലത്തെ കഴിവുള്ള പ്രഭാഷകരുണ്ടായിരുന്നു. പക്ഷെ പലരും ഇന്നില്ല. കാരണം വൈക്കോലെല്ലാം കത്തിപ്പോവും. ഗോതമ്പ് തീക്കകത്ത് കത്തുമ്പോൾ ഉണ്ടല്ലോ, വേറൊന്നായിട്ട്, വേറൊരപ്പമായിട്ട്. ഇന്ന് പകൽ നിന്നെ ദൈവം അനേകർക്ക് രുചി വരുത്തുന്ന ഒന്നാക്കി.
ആറാമത്തെ പ്രത്യേകത പറയുക, യു ആർ എ സാക്രിഫിഷ്യൽ ലാം. നീ അറുക്കാനുള്ള കുഞ്ഞാടാ. 11:19. ഏഴാമത്തെ കാര്യം പറയുക, 12:5. യു ആർ എ ലോങ് ഡിസ്റ്റൻസ് റണ്ണർ. നീ ദീർഘദൂര ഓട്ടക്കാരനാ. എട്ടാമത്തെ കാര്യം പറയാ, 13:17. യു ആർ എ ഷെപ്പേർഡ്. നീ ആ നല്ലൊരു ഇടയനാ. ഇനി 9ാമത്തെ കാര്യം, യു ആർ എ ട്രബിൾ മേക്കർ. നീ ആരാ? ഉറക്കെ പറ. നീ പറഞ്ഞ വിവാദമാവും. നീ പറഞ്ഞ ആണോ? 15:10 വായിച്ചു നോക്കിക്കേ. 15:10 വായിച്ചു നോക്കിക്കേ. ഇരമ്യാവ് 15:10. എന്റെ അമ്മ സർവ്വദേശത്തിനും കലഹക്കാരനും. അയ്യോ, ഇയ്യോബ് തന്നെ പറ, എന്റെ ദൈവമേ, എന്റെ അമ്മ സർവ്വദേശത്തിനും കലഹക്കാരനും വിവാദക്കാരനും എന്നെ നീ എന്ത് ചെയ്തിരിക്കുന്നല്ലോ. അപ്പം ഈ 15:15 മുതൽ 17 വായിച്ചേ. 17ാമത്തെ വാക്യം വായിച്ചേ. ഞാൻ ഇരുന്നിട്ടില്ല. ഞാൻ സത്യമായിട്ടും പറയാം, ഞാനൊരു സിനിമാ കോട്ടടകത്ത് ഇന്ന് വരെ കയറിയിട്ടില്ല. ഞാനൊരു സിഗരറ്റ് തൊട്ടിട്ടുമില്ല, വലിച്ചിട്ടുമില്ല. കള്ളുംകുപ്പിയെ ഞാൻ പിടിച്ചിട്ടുമില്ല. അതിൻ്റെ രുചി എനിക്കറിയത്തുമില്ല. നിങ്ങളാരും സ്വത്രവും പറയത്തുമില്ല. ഞാനിപ്പോൾ എന്നാ ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സാക്ഷി ഒന്നും പറയാഞ്ഞത്. എനിക്ക് സാക്ഷി ഇല്ല, സത്യമായിട്ടും ഇല്ല. ഞാൻ സാക്ഷ്യം പറഞ്ഞ് നിങ്ങളെ കൊണ്ട് സ്വത്രം പറയിപ്പിക്കണമെങ്കിൽ ഞാൻ ആരെങ്കിലും കൊന്നേച്ച് ഇവിടുത്തെ സെൻട്രൽ ജയിലിൽ പോയി കിടന്നേച്ച് അവിടുന്ന് ആരുടെയും ട്രാക്ട് കിട്ടി മാനസാന്തരപ്പെട്ട് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ? ഇതിപ്പോൾ എൻ്റെ കുഴപ്പമാണോ? 43 കൊല്ലമായിട്ട് ഇന്ന് വരെ സിനിമാ കോട്ടയുടെ അകത്ത് കയറിയില്ലെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ മനുഷ്യൻ പോലും. സത്യത്തിൽ അതാണോ സാക്ഷ്യം? കുഞ്ഞെ, ഞാൻ നിന്നോട് സത്യമായിട്ടും പറയാം മക്കളെ, ഇതാ ഏറ്റവും വലിയ സാക്ഷ്യം. അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി നിൽക്കുന്നതിനപ്പുറത്ത് കളിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ ഇരുന്നിട്ടില്ല. പക്ഷെ ഞാൻ ചെന്ന് പ്രസംഗിക്കുന്നിടത്തെല്ലാം എല്ലാ ഗ്രൂപ്പുകാരനും എനിക്കെതിരെയാ. ഞാൻ ചോദിച്ചു എന്നാ കാരണമെന്ന്. അപ്പൊ എന്നോട് സ്വർഗം പറഞ്ഞു, എടാ 150 സങ്കീർത്തനം മാറി മാറി പ്രസംഗിക്കുന്നവനല്ല, പരിജ്ഞാനമുള്ളവനാ. 3 വർഷം ഇരുന്നേച്ചവൻ പൊക്കോളും. പക്ഷെ ഞാൻ നിന്നെ ആക്കി വെച്ചിരിക്കുക. യു ആർ എ ട്രബിൾ മേക്കർ. ഈ കാലഘട്ടത്തിന്റെ ആധിപത്യത്തിനു നേരെ ചില തീ കോരിയിടാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനാ. ഈ പകൽ നിനക്ക് അങ്ങനത്തെ ഒരു ശുശ്രൂഷകനായി മാറാൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കി മാറ്റുന്ന ദൈവത്തിന്റെ അസാധാരണമായ അഭിഷേകത്തിന്റെ തീയെ ചില സിസ്റ്റങ്ങളെ ദൈവം പൊളിക്കുക, ചില സർക്കിളുകളെ ദൈവം പൊളിക്കുക. ഇന്ന് പകൽ ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോവുക. എവിടെ നീ മുറിയപ്പെടുവോ, എവിടെ നീ പരിഹസിക്കപ്പെടുവോ, അപ്പൊ നീ ഓർത്തോണം, നിന്റെ മേലുള്ള നിയോഗം വലുതാ. നിന്നെ ദൈവം നിയോഗിച്ചിരിക്കുന്നത് ചിലതിന്റെ റൂട്ട് പൊളിക്കാനാ, ചിലതിന്റെ റൂട്ട് പൊളിക്കാൻ. ഈ പകൽ നിന്റെ ദൈവം നിയോഗിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം അവനോട് ഒറ്റ കാര്യം പറഞ്ഞു. ഞാൻ ഇന്ന് പകൽ അത് പറഞ്ഞ് നിർത്തുക. റൂട്ടൊക്കെ വൈകിട്ട് നമ്മൾ പൊളിക്കും. ഞാൻ അത് പറഞ്ഞ് നിർത്തുക. 1-9, 10 നിനക്ക് രാജ്യമില്ല, പക്ഷെ നീ രാജാക്കന്മാർക്ക് അധികാരിയാ. ഇന്ന് പകൽ ദൈവം നിന്നോട് പറയുക, രാജാക്കന്മാരെ ഭരിക്കുന്ന സ്വർലോകരുടെ, ഭൂലോകരുടെ, അധോലോകരുടെ. യെസ്, സാത്താനിക രാജ്യങ്ങളെ ഒറ്റ വാക്യം കൂടെ എനിക്ക് പറയണം, ഒറ്റ വാക്യം കൂടെ പറയണം. ദുരാരവ, ഇന്ന് പകൽ ആ സൈക്കിൾ നീ പൊളിക്കും, ആ സൈക്കിൾ നീ പൊളിക്കും, ആ സൈക്കിൾ നീ പൊളിക്കും. സ്വീകരിക്കാവോ? അപ്പൻ പച്ചമുന്തിരിങ്ങ തിന്നു, മോന്റെ പല്ല് പുളിക്കരുത്.
Jesus, the mighty presence of Lord. വിലാപങ്ങൾ 5:7 വായിച്ച് 2 വാക്യം വായിച്ച് നിർത്തുക. വിലാപങ്ങൾ 5:7, വിലാപങ്ങൾ 5:7. അതിനുശേഷം യെഹെസ്കേൽ 8:7 വായിക്കണം. വിലാപങ്ങൾ 5:7 വേഗം വായിച്ചു. ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്ത് ഇല്ലാതെയായിരിക്കുന്നു, അവരുടെ അകൃത്യങ്ങൾ ഞങ്ങൾ ഈ സൈക്കിൾ ഇനി നീ ചുമക്കണ്ട. പാപം ചെയ്തത് നീ അല്ലല്ലോ, നിന്റെ അപ്പനും വല്യപ്പനും ചെയ്തെന്നും പറഞ്ഞ് നീ അതും കൊണ്ട് എന്ത് ചെയ്യണ്ട. ഉറക്കെ പറ, ഞാൻ ചുമക്കത്തില്ലെന്ന് പറ, എനിക്ക് അതിന്റെ ആവശ്യമില്ലെന്ന് പറ, എനിക്കതിന്റെ ആവശ്യമില്ലെന്ന് നീ പറ. ഒരുവൻ ക്രിസ്തുവിലായാൽ പറ, പഴയതെല്ലാം എന്ത് ചെയ്തു പോയി. അങ്ങനെയാണ് ഇന്ന് പകൽ നിന്റെ വീടിനകത്ത് നീ ഒരു ശുശ്രൂഷ ചെയ്യാൻ പോവാ. എന്താ നീ ചെയ്യാൻ പോകുന്ന ശുശ്രൂഷ? നിന്റെ ദേശത്ത് നീ ഒരു ശുശ്രൂഷ ചെയ്യാൻ പോവുക. ഓ, വായിച്ചോ, യെഹെസ്കേൽ 8:7 വായിച്ചോ. നീ ചെയ്യാൻ പോകുന്നത് എന്താന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. യെഹെസ്കേൽ 8:7 വായിച്ചോ. അവൻ ഇത് തഴോട്ടിട്ടേക്കണേ. അവൻ എന്നെ പ്രാകാരത്തിന്റെ വാതിക്കൽ കൊണ്ടുപോയി. ഞാൻ നോക്കിയപ്പോൾ ചുവരിൽ ഒരു ദാരം കണ്ടു. 9-ാമത്തെ വാക്യം. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ ചുവർ മോനെ അതിന്റെ മേളിൽ, അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ ചുവർ കുത്തി തുറക്കുക. ഞാൻ ചുവർ കുത്തി തുറന്നാറേ ഒരു വാതിൽ കണ്ടു. 9-ാമത്തെ വാക്യം. അവൻ എന്നോട്, അകത്ത് ചെന്ന് ഇവിടുത്തെ വല്ലാത്ത മ്ലേച്ഛതകളെ നോക്കുക എന്ന് കൽപ്പിച്ചു. അടുത്ത വാക്യം. അങ്ങനെ ഞാൻ അകത്ത് ചെന്നു വെറുപ്പായുള്ള ഓരോ തഴ ഇഴജാതികളെയും മൃഗങ്ങളെയും ഇസ്രായേൽ ഗൃഹത്തിന്റെ സകല വിഗ്രഹങ്ങളെയും ചുറ്റും ചുവരിന്മേൽ വരച്ചു വെച്ചിരിക്കുന്നത് കണ്ടു. ഞാൻ അവിടെ നിർത്തുക. ഇന്ന് വേണ്ട, മേളോട്ടൊന്നും പോണ്ട. അങ്ങനെ ഇന്ന് പകൽ നീ ചില ദ്വാരങ്ങളെ കുത്തി തുറക്കും. ഈ പകൽ നീ ചില ദ്വാരങ്ങളെ എന്ത് ചെയ്യാൻ പോവുക? പറ. എടാ, മറ്റുള്ളവർക്കല്ല ഇത് വിൻഡോയാ. പക്ഷെ നീ ഇന്ന് പകൽ എന്ത് ചെയ്യും? ഉറക്കെ പറ. ചില ദ്വാരങ്ങളെ കുത്തി തുറക്കും. അതിനെന്നാ സംഭവിക്കും? ആൻറ്റി, അതിന് നിന്റെ കയ്യിൽ ഇന്ന് പകൽ ഒരധികാരത്തിന്റെ